നമസ്തേ, പുത്തൻപുള്ളിരിയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേരുകയാണ്. ഞാൻ രാഖി അനൂപ്. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കടകം 19 തീയതി, അനിഴം നക്ഷത്രം. 2025 ഓഗസ്റ്റ് മാസം 4 തിങ്കളാഴ്ചയാണ്. രാഹുകാലം രാവിലെ 7:30 മണി മുതൽ 9 മണി വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. അതിൽ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,426ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്ക് എണ്ണുമ്പോഴാണ് ഈ 18,72,426ാമത്തേതായിട്ടുള്ള ഈ ദിവസം വരുന്നത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 19 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ചിട്ട് 1947 ശ്രാവണ മാസം 13 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 4 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷമയിലെ ദശമി തിഥിയാണ് ഉദയത്തിന് വരുന്നത്. രാവിലെ 11:41 വരെയുള്ള സമയത്ത് ദശമി സംഭവിക്കുന്നുണ്ട്. കരണം വരുന്നത് ആനകരണമാണ്. അതും 11:41 വരെയുള്ള സമയത്താണ്. നിത്യയോഗം ശുഭ്രനാമ നിത്യയോഗമാണ്. രാവിലെ 6:24 വരെ മാത്രമാണ് ശുഭ്രനാമ നിത്യയോഗം വരുന്നത്. അതിനുശേഷം ബ്രാഹ്മനാമ നിത്യയോഗമാണ്. ഇന്ന് നാൾ അനിഴം. അത് രാവിലെ 9:12 വരെയുള്ള സമയത്താണ് അനിഴം നാളുള്ളത്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ് ദിവസം. തിങ്കളാഴ്ചയാണ്. ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:06 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:41:54 അസ്തമയം സംഭവിക്കുന്നത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 23:48 സെക്കൻഡാണ്. ഏതാണ്ട് 20 സെക്കൻഡോളം ദിവസേന പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദക്ഷിണായന കാലമാകയാൽ. രാഹുകാലം വരുന്നത് രാവിലെ 7:51 മുതൽക്ക് 9:24 വരെയുള്ള സമയത്താണ്. ഗുളിക കാലം വരുന്നത് ഉച്ചയ്ക്ക് 2:02 തുടങ്ങി 3:35 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 10:57 മുതൽക്ക് 12:30 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല. യാത്ര മുതലായിട്ടുള്ളവ ആ സമയത്ത് വർജിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. ഈ മേടക്കൂറിൻ്റെ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:05 മുതൽക്ക് 12:27 വരെയും തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് 12:31 മുതൽക്ക് 12:53 വരെയുള്ള സമയത്താണ്. മറ്റു മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അന്നേ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളതാണ്. ഇന്ന് നക്ഷത്രം ഉദയത്തിന് വരുന്നത് അനിഴം നക്ഷത്രമാണ്. വിവാഹാദി എല്ലാ മംഗളകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നൂതന വസ്ത്രം, ആഭരണം മുതലായിട്ടുള്ളവ അണിയുക. അതുപോലെ തന്നെ വ്രതാരംഭം, ഇതിനൊക്കെയും ഈ അനിഴം നക്ഷത്രം നല്ലതാണ്. ദശമി വരുന്നത് 11:41 വരെയാണ്. ദശമി തിഥിയാണ് ഇന്ന്. തുടർന്ന് ഏകാദശിയാണ്. ഇത് എല്ലാ തരത്തിലുള്ള വിവാഹാദി കാര്യങ്ങൾക്കും യാത്ര മുതലായവയ്ക്കും അതുപോലെ വ്രതബന്ധത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം. ഇനി വൈകേണ്ട നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. करते हैं, मतलब उनका संपर्क अलग से रहता है. मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ മാവോയിസ്റ്റ് നേതാവ് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട് എന്ന് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ ജനം ടിവിയോട്
മാവോയിസ്റ്റുകൾക്ക് മിഷണറിമാരിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തൽ. ജനം ബിഗ് നാഷണൽ എക്സ്ക്ലൂസീവ്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഉറക്കം കെടുത്തി ഓപ്പറേഷൻ സമാധാൻ. ഛത്തീസ്ഗഡിലെ നക്സൽ സ്വാധീന മേഖലകൾ ഇന്ന് സമാധാന പാതയിൽ. അബൂഷ്മത് ഗ്രാമത്തിന്റെ നേർചിത്രവുമായി ജനം TV സംഘം. പാലം ഇത് കേവലം ഒരു പാലമായി മാത്രം നമ്മൾ കാണരുത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും അധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇതുപോലെയൊരു പാലം ഇവിടെ ഉണ്ടാകാനും. വിദൂര ഗ്രാമങ്ങളിലുള്ള ആ വനവാസി ഗ്രാമങ്ങളെയും ഒപ്പം തന്നെ മുഖ്യധാര ടൗണുകളിലേക്കും മറ്റും അവരെ പെയ്തൊഴിയാതെ പെരുമഴ. ഇന്ന് 6 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. CPM-ന് തലവേദനയായി AKG സെന്റർ ഭൂമി വിവാദം. AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കയ്യേറിയതാണ് എന്ന പരാതി. വിശദാംശങ്ങൾ തേടി VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതടക്കം ആലോചനയിൽ. രണ്ടു വർഷത്തിനിടെ വിവിധ യുദ്ധമുഖങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ രാജ്യത്ത് തിരിച്ചെത്തിച്ചത് 10,000-ഓളം ഭാരതീയരെ. ഓപ്പറേഷൻ കാവേരി മുതൽ ഓപ്പറേഷൻ സിന്ധു വരെയുള്ള ദൗത്യങ്ങൾക്കായി ചെലവഴിച്ചത് 91 കോടി രൂപ. മടക്കിയെത്തിച്ചവർക്ക് യാത്രയും ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയത് പൂർണ്ണ സൗജന്യമായി എന്നും കേന്ദ്രം. ജനം എക്സ്ക്ലൂസീവ്. ചോർത്തലയിലെ കൊലപാതക പരമ്പരയിൽ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച്. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അത്യാധുനിക റഡാർ സംവിധാനം എത്തിക്കും. സെബാസ്റ്റ്യൻ 4 സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നും നിഗമനം. വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനത്തിലും ദുരൂഹതകൾ അനവധി. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളിക്ക് ഉന്നതരുടെ സംരക്ഷണം. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമം. ഗുരുതര വകുപ്പുകളെങ്കിലും അന്വേഷണത്തിൽ പോലീസിന്റെ അലംഭാവം. ഹമാസിനെതിരെ പ്രതിഷേധം ശക്തം. പുറത്തുവന്ന ബന്ദികളുടെ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി. ബന്ദികൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് റെഡ് ക്രോസിനോട് ബെഞ്ചമിൻ നെതന്യാഹു. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 35 റൺസ് വേണം. ഇന്ത്യക്ക് ജയം 4 വിക്കറ്റ് അകലെ. പിടിമുറുക്കി ഇന്ത്യൻ പേസർമാർ. ആദ്യം തന്നെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ കഴിഞ്ഞ ദിവസവും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ചർച്ചകൾ വേണമെന്ന രീതിയിലായിരുന്നു ആദ്യം പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പിന്നീട് ചർച്ചയുണ്ടായി. എന്നാൽ അവർ പിന്നോട്ടില്ല. ഇന്നും പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയേക്കും എന്നത് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിലും പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജാക്കി, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇത് 3ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇന്നും പാർലമെന്റിനകത്ത് ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുമുള്ള ഒരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വർഷകാല സമ്മേളനം ആരംഭിച്ച് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന 3 ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെന്റിൽ ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റെല്ലാ
ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഒന്നുകിൽ ബീഹാർ വോട്ടർ പട്ടിക, അതിനു മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച നടക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ, അത്തരം വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം തുടരുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നും ഒപ്പം കേന്ദ്രമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരുന്നു. കാരണം വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയല്ലാതെ ചർച്ച നടത്താനുള്ള യാതൊരു തരത്തിലുമുള്ള സാഹചര്യവും പാർലമെന്റിനകത്ത് പ്രതിപക്ഷം സൃഷ്ടിക്കുന്നില്ല എന്ന വിമർശനമാണ് കേന്ദ്രമന്ത്രിമാരും ഒപ്പം ഒരു പടി കടന്നുകൊണ്ട് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം. കാരണം ഇത്തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനല്ല നിങ്ങളെ ജനങ്ങൾ പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരങ്ങൾ പാഴാക്കരുത്. രാജ്യത്തിന് മുൻപോട്ട് പോകാനുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും മറ്റ് ഗൗരവമുള്ള വിഷയങ്ങളിലും ചർച്ചകൾ നടക്കേണ്ട ഇടമാണ് പാർലമെന്റ്. അത്തരം ചർച്ചകൾക്കുള്ള അവസരമെങ്കിലും നിങ്ങൾ നൽകൂ എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്ന് ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയിരുന്ന പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ പാർലമെന്റിനകത്തും ഒപ്പം പാർലമെന്റിന്റെ പുറത്തും ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും അല്ലാതെയും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് സമാനമായി ഇന്നും ബീഹാർ വോട്ടർ പട്ടിക വിഷയം ഉയർത്തിക്കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തെറ്റാണ് എന്ന വാദവുമാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിൽ വളരെ കൃത്യമായൊരു വിശദീകരണം ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ബീഹാർ വോട്ടർ പട്ടികയിൽ മരിച്ചവരോ അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് രേഖകൾ പരിശോധിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്ന നടപടിയാണ് തുടരുന്നത്. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഈ നടപടി ബീഹാറിൽ മാത്രം അവസാനിപ്പിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപ് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരം നടപടികളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അനർഹരായ അല്ലെങ്കിൽ അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ള മരിച്ച ആളുകളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളെ പോലും എതിർക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നത്. നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ഓരോ പാർലമെന്റ് സമ്മേളനം പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സ്വീകരിച്ചത്. അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. ഒപ്പം ഇന്ന് രാജ്യസഭയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് രാജ്യസഭയുടെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ അജണ്ടയായി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും അത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അത്തരം പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരു സാഹചര്യവും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല. മണിപ്പൂരിൽ മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഉടലെടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ, കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം, അത് വലിയ സായുധ കലാപത്തിലേക്ക് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇരു സഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം എന്നുള്ള വാർത്തയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. ഒപ്പം തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഇടത് വലത് എംപിമാരെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ഞങ്ങളാണ് വിഡ്ഢികളെന്നാണ് ചിലർ സ്വയം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇന്നും അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് പ്രതിഷേധിക്കാനാണ് എങ്കിൽ അത് തീർച്ചയായും ജനങ്ങളും വിഡ്ഢികളാകുന്നു. ഇക്കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്പീക്കറും ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കമിടുകയാണ് വൈസ് ചാൻസലർ. AKG സെന്ററിന് ഭൂമി നൽകിയത് ഉൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഉണ്ട്. ശാലിനി, വൈസ് ചാൻസലർക്ക് ലഭിച്ചിട്ടുള്ള പരാതി ചെറിയ പരാതിയല്ല,
അനധികൃതമായ അതും കയ്യേറ്റമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം VC വിടുന്ന മട്ടുമില്ല. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറും സർക്കാരും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരം, വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, വിവാദങ്ങൾ, വിവിധ സർവകലാശാലകളുടെ VC നിയമനത്തിലടക്കം തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു പന്ത് കൂടി VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ കളത്തിലേക്ക് എത്തുന്നത്. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തോട് ചേർന്നുള്ള 55 സെന്റ് ഭൂമി, അത് AKG സെന്ററിന്റെ പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ പ്രവർത്തിക്കുകയാണ്. അതായത് മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അത് 15 സെന്റ് ഭൂമി മാത്രമാണ് AKG സെന്ററിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 55 സെന്റ് ഭൂമി അനധികൃതമായി ഇവർ കൈവശം വെച്ചിരിക്കുന്നു. കെട്ടിടം നിർമ്മിച്ചു. അവിടെ പിന്നീട് പാർട്ടി സംസ്ഥാന ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അത് പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റി. ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. കൃത്യമായി തന്നെ അതിന് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയാണ് CPM അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം വിമർശനമുയർന്നത്. വിവരാവകാശ രേഖയടക്കം ഇത് സംബന്ധിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ വസ്തുവിനടക്കം കരം കൊടുക്കുന്നതടക്കമുള്ള രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകളും അന്നേ തന്നെ സെക്രട്ടേറിയറ്റിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് കാണാതായ സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഭൂമി അനധികൃതമായി AKG സെന്ററിന്റെ ഭാഗത്ത് കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരികെ പിടിക്കാനുള്ള നടപടികൾ സർവകലാശാലയും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി സ്വീകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി VC ഒപ്പം തന്നെ ഗവർണർ അടക്കമുള്ളവരുടെ മുൻപിലേക്ക് നിവേദനവും എത്തിയിരുന്നതിൽ ഗവർണറുടെ മുൻപിലേക്ക് എത്തിയ നിവേദനം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. വിശദമായ റിപ്പോർട്ട് VCയോട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VC ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർവകലാശാല കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമി അനധികൃതമായാണോ ഭൂമി കേരള യൂണിവേഴ്സിറ്റിയുടേത് CPM കൈവശം വെച്ചിരിക്കുന്നത്, എത്ര സെന്റ് ഭൂമിയാണ് നിലവിൽ കൈവശം ഉള്ളത്, 15 സെന്റ് എന്ന് പറയുന്നത് എങ്ങനെ 55 സെന്റായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രേഖ കണ്ടെത്തണം. ഒപ്പം തന്നെ അതിന്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള ഫയലുകൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് VC വിശ്വസിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പന് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിക്കാനും തന്നെ റിപ്പോർട്ട് ചെയ്യാനും അറിയിച്ചിട്ടുള്ളത്. തനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് VC ഗവർണർക്ക് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് തുടർ നടപടികളിലേക്ക് കടക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് പാളയം AKG സെന്റർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഓഫീസുകളും വിവിധ ആസ്ഥാനങ്ങളടക്കം പ്രവർത്തിക്കുന്ന ഭൂമിയോട് ചേർന്ന് തന്നെയാണ് CPM-ന്റെ ഈ ഒരു പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചു, ഒപ്പം തന്നെ അനധികൃതമായി ഭൂമി കയ്യേറ്റം ചെയ്തു എന്നതടക്കമുള്ള പരാതികളാണ് രേഖാമൂലം ഇപ്പോൾ ഗവർണർക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. ഇനി VCയുടെ റിപ്പോർട്ട് കൂടി എത്തിയതിനു ശേഷം എന്തായിരിക്കും നടപടി എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതും ഒപ്പം തന്നെ മറ്റ് നടപടികളിലേക്കടക്കം യൂണിവേഴ്സിറ്റിയുടെ ലാൻഡ് തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നടപടികൾ സർവകലാശാലയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. VCക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും ഈ രേഖകളെല്ലാം ശേഖരിച്ചതിന് ശേഷം അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കും. സിൻഡിക്കേറ്റാണ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾക്കറിയാം ഇടത് സിൻഡിക്കേറ്റാണ് ഭരണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടത് സിൻഡിക്കേറ്റിന്റെ ആധിപത്യമാണ്. സ്വാഭാവികമായും ഇടത് സർക്കാരിനെതിരെയും CPM-നെതിരെയും അവർ ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവരുടെ പ്രതികരണം തിരിച്ചാണ് എങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ VC കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും എതിർപ്പ് മറികടന്നുകൊണ്ട് VC ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ സർക്കാർ ഗവർണർ പോരെ മറ്റൊരു തരത്തിലേക്ക് കൂടി ഈ കാര്യത്തിൽ പോകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് താൽക്കാലിക VC നിയമനം, സ്ഥിരം VC നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ കൊമ്പുകോർത്തുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയിലെ കടക്കം കേരള സർവകലാശാല വളപ്പിലെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് കേരള സർവകലാശാല VC എന്നുള്ളതാണ്. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിലാണ്. ഇതിൽ 40 സെന്റ് ഭൂമിയും കയ്യേറ്റ ഭൂമിയാണ് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും VC ഇതിലൊരു തുടർ നടപടിക്ക് തുടക്കം കുറിക്കുന്നു. S ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങളുമുണ്ട്. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്ന് അഭിഭാഷക വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു.
മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി നിഷ ദിലീപുണ്ട്. നിഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും വേടനെ തൊടാൻ പോലീസിനൊരു ഭയം ഉണ്ട് താനും. എന്തായാലും അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. എങ്ങനെയാണ് നിഷ കൂടുതൽ വിവരങ്ങൾ? രാഹി, ഗുഡ് മോർണിംഗ്. ഈ റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. കേസെടുത്തെങ്കിലും വേടന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് തൃക്കാക്കര പോലീസ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ യുവ ഡോക്ടർ പരാതി നൽകിയത്. ബലാത്സംഗം, തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും പ്രതിയെ പിടികൂടാനുള്ള ഒരു കാര്യക്ഷമമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വേടനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസിന്. വേടൻ കേരളം വിട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, ഇതിനു മുമ്പ് ലഹരി കൈവശം വെച്ചതിനും പുലിപ്പല്ല് കൈവശം വെച്ചതിനും ലഹരി ഉപയോഗിച്ചതിനുമൊക്കെ വേടനെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ ഈ തവണ യുവ ഡോക്ടർ പരാതി നൽകിയിട്ടും ഈ വേടനെതിരെ വേടനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വേടന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ഒളിവിൽ തുടരുന്ന വേടന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നതും ഉന്നത കേന്ദ്രങ്ങളാണെന്ന് തന്നെയാണ് സൂചന. ഒപ്പം തന്നെ വേടന് ഒരു സുരക്ഷാ കവചം ഒരുക്കാൻ ഈ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പോലീസിന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യാൻ അമാന്തിക്കുന്നതും. എന്തായാലും യുവതിക്ക്, ഈ പീഡന പരാതിക്കാരിയായ യുവ ഡോക്ടർക്ക് ഫോണിലൂടെ ഭീഷണിയും ഒപ്പം തന്നെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നുണ്ട് എന്നാണ് ഇവരുടെ അഭിഭാഷകയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ വേടൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പല തവണയായി, ഏതാണ്ട് 3 വർഷത്തോളം സമയം പല തവണയായി പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു, ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ എന്ന സൂചനകൾ പുറത്ത് വരികയാണ്. ഇതിനിടെ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളും ഉണ്ട്. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്ന് അഭിഭാഷക വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ തൊടാൻ പോലീസിന് ഭയം ഉണ്ട് എന്നുള്ളതും നമുക്ക് പുറത്തു വരുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നതുമാണ്. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യമൻ തീരത്തിന് സമീപം ബോട്ട് മുങ്ങി 70ഓളം പേർ മരിച്ചു. തെക്കൻ യമനിലെ യബിയാന് തീരത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. 150ഓളം കുടിയേറ്റക്കാർ യാത്ര ചെയ്തിരുന്ന ബോട്ടാണ് മുങ്ങിയത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ബോട്ടിൽ നിന്ന് 10 പേരെ മാത്രം രക്ഷിക്കാൻ സാധിച്ചു എന്ന വിവരമാണ് ഐസൻ ജോസ് നൽകുന്നത്. ഐസൻ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഐസൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഏതാണ്ട് ഒരു 6 മണിക്കൂർ മുമ്പാണ് യമൻ തീരത്ത് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതാണ്, എത്യോപ്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ അനധികൃതമായി കുടിയേറുന്നവരുടെ ഒരു റൂട്ട് തന്നെയാണിത്. സ്വാഭാവികമായും എത്യോപ്യ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം, മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെയുള്ള ഈ കുടിയേറ്റക്കാരുടെ വലിയൊരു യാത്രാമാർഗമാണിത്. ഈ മേഖലയിലൂടെയാണ് ഈ ബോട്ട് സഞ്ചരിച്ചിരുന്നത്. സ്വാഭാവികമായും ബോട്ട് കീഴ്മേൽ മറിയുകയായിരുന്നു. തിരയിൽപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞതിനെ തുടർന്നാണ് 70-ലേറെ പേർ മരിച്ചു എന്നൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 150ഓളം പേർ ബോട്ടിലുണ്ടായിരുന്നു. 70ഓളം പേർ മരിച്ചു എന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന ചില വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ബാക്കിയുള്ളവരെ കാണാതായിട്ടുണ്ട്. 10 പേരെ മാത്രമാണ് രക്ഷിക്കാനായത്. 10 മുതൽ 12 വരെ മാത്രമാണ് രക്ഷിക്കാനായത് എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആധികാരികമായി ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും വൻതോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ മേഖലയിലെല്ലാം തന്നെ കടുത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ശക്തമായ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഏകോപിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 70ഓളം പേർ മരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 70ഓളം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യത്തു നിന്നുള്ളവരാണ്? ഇവർ എങ്ങോട്ടേക്കാണ് പോയിരുന്നത്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ ഐസൻ? ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ പുറപ്പെട്ടിരിക്കുന്ന രാജ്യം എത്യോപ്യയാണ്. എത്യോപ്യക്കാരാണ് മുഴുവനും ഇതിലുണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ട്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
പക്ഷേ അവർ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം, അനധികൃത കുടിയേറ്റം നമുക്കറിയാവുന്നതാണ്. പണ്ടൊക്കെ ഈ ലോഞ്ചുകളിലെല്ലാം കയറി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെ പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ കുടിയേറ്റക്കാരുടെ ഒരു നീക്കം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഭാഗമായി, അനധികൃത കുടിയേറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ യാത്ര ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന ചെറിയൊരു ബോട്ടിൽ 150ഓളം പേർ ഉണ്ടാവുകയും ഇവർ ഇത്രയും പ്രക്ഷുബ്ധമായ കടലിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു അനധികൃതമായ യാത്രാ മാർഗം തന്നെയാണ്. പക്ഷേ അവർ എത്യോപ്യക്കാരാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 70ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70-ലേറെ പേർ എന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ ഈ ബോട്ട് കീഴ്മേൽ മറിയുകയും വൻതോതിൽ തിരവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടെ ഏതാണ്ട് 7-8 മണിക്കൂർ മുമ്പ് അപകടം സംഭവിച്ച ഒരു സാഹചര്യത്തിൽ വൻതോതിലുള്ള ആൾനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70 പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് അവസാനം പുറത്തു വന്നത്. 10 പേരെ മാത്രം രക്ഷിക്കാനായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ 70-ലേറെ പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യമൻ തീരത്തിന് സമീപം ബോട്ട് മുങ്ങി 70ഓളം പേർ മരിച്ചു, നിരവധി പേരെ കാണാനില്ല. ഇതിൽ 10 പേരെ മാത്രം രക്ഷിക്കാനായി എന്നുള്ള വിവരമാണ് ഐസൻ ജോസ് പങ്കുവയ്ക്കുന്നത്. 150 പേർ സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഐസൻ തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. ബന്ദികളുടെ മോചനത്തിനായി ഹമാസിനെതിരെ നിർണായക സൈനിക നടപടിക്കൊരുങ്ങി ഇസ്രയേൽ. ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ നീക്കം. ഗാസയിൽ സൈനിക നടപടി വ്യാപിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ പദ്ധതി എന്ന സൂചനകളാണ് പുറത്ത് വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം സുരക്ഷാ ക്യാബിനറ്റിൽ അവതരിപ്പിച്ചതായിട്ടാണ് സൂചനകൾ പുറത്ത് വരുന്നത്. ഭക്ഷണം ലഭിക്കാതെ ദുരിതത്തിലായ ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഹമാസിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു മുന്നറിയിപ്പ് കൂടി വരുന്നത്. ഐസൻ, എന്തൊക്കെ മുന്നറിയിപ്പാണ് ഈ ഇസ്രയേൽ നൽകുന്നത്? എന്തായാലും ഒരു സൈനിക നടപടി തന്നെയാണ് എന്നുള്ള സൂചനകൾ ഇസ്രയേൽ നൽകുന്നുണ്ടല്ലേ? ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു സൈനിക നടപടിക്കുള്ള സാധ്യത എന്ന സൂചന തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഔദ്യോഗികമായ ചില സോഴ്സുകളിൽ നിന്നും ചില ഉറവിടങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ബന്ദികളുടെ സ്ഥിതി, അതായത് 25ഓളം ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട്, അത് 24ഓ 25ഓ പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 25 പേരുടെയും ആരോഗ്യസ്ഥിതി ഇത്തരത്തിൽ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വളരെ മെലിഞ്ഞുണങ്ങിയ ഒരവസ്ഥയിൽ തളർന്നുപോയ ഒരു ശരീരവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ വിശപ്പ് സഹിക്കാനാവാതെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെയും എല്ലാം തന്നെ ദൃശ്യങ്ങളാണ് അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. ഇത്തരത്തിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമായി ഇത്തരത്തിൽ 2 ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ദുരിതം അനുഭവിക്കുന്നവരുടെ കാഴ്ചകൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും അന്താരാഷ്ട്ര പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നടന്ന വാർ ക്യാബിനറ്റിന്റെ പരിമിതമായ യോഗത്തിൽ, ഏറ്റവും ചെറിയൊരു യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ ചില ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ശക്തമായ സൈനിക നടപടിയിലൂടെ ഇവർ കഴിയുന്ന ടണലുകൾ പിടിച്ചെടുത്ത് ഇവരുടെ മോചനം സാധ്യമാക്കുക എന്ന നീക്കമാണ്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിനുള്ള സാധ്യത നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമാണ്. പല സാഹചര്യങ്ങളും ഇതിനെ അനുകൂലമായി അല്ലെങ്കിൽ ഇതിന് പ്രതികൂലമായി, വെടിനിർത്തലിന് പ്രതികൂലമായി നിലനിൽക്കുന്നുണ്ട്. പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാതെ ആയുധം താഴ്വയ്ക്കില്ല എന്ന നിലപാട്, വെടിനിർത്തലിനെ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുന്ന നിലപാട്, ഇത്തരത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു നിലപാടുകൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബന്ദികളുടെ മോചനം സംബന്ധിച്ചൊക്കെ കൃത്യമായ ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈനിക നടപടിയല്ലാതെ ബന്ദികളുടെ മോചനത്തിന് മറ്റു വഴികളില്ല എന്ന ബോധ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ ബന്ദികളുടെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളെല്ലാം തന്നെ വലിയ ദുഃഖത്തിലും ആഘാതത്തിലുമാണ് എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു സൈനിക നടപടിയാണ് പ്രായോഗികമായ വഴി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും സൈനിക നടപടിയിലൂടെ ഈ ടണലുകൾ പിടിച്ചെടുത്ത് ടണലുകളിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ജീവനോടെയുള്ള എല്ലാ ബന്ദികളെയും അടിയന്തരമായി രക്ഷപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ബന്ദികളെ കാണാൻ ബന്ദികളുടെ മോചനത്തിനായി ഹമാസിനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രയേൽ എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ മാവോയിസ്റ്റ് നേതാവ്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട് എന്ന് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ ജനം ടിവിയോട് പറഞ്ഞു. റായ്പൂർ, ജഗൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിലുള്ളവരുമായിട്ടാണ് ബന്ധം. ഇവരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്.
ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള മുൻ ഡിവിഷണൽ കമാൻഡറുടേതാണ് വെളിപ്പെടുത്തൽ. 2015 കീഴടങ്ങിയ ഇദ്ദേഹം ദന്തേവാഡയിലെ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. करते मतलब उनका संपर्क अलग से रहता है, मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है. पूरा लैपटॉप कंप्यूटर सब कुछ मिलता है. बाहर का से जितना भी है शहर से जाता है, शहर का आदमी ज़रूर रहता है. मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो पता नहीं रहता. छोटे छोटे से जो डीसी को भी पता रहता है, डीसी रैंक के मतलब डिविजनल कमेटी सदस्य उनको रहता है, लेकिन सबसे काम उन्हीं को एजेंसी से सीसी जानते हैं. എസ് ശ്രീകാന്തിനോടാണ് മുൻ മാവോയിസ്റ്റ് നേതാവ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട് എന്നാണ് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ ശ്രീകാന്തിനോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത് ഉണ്ട് നമുക്കൊപ്പം. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ശ്രീകാന്തിനോട് പറഞ്ഞത്? രാഗി, അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് നിലവിലിപ്പോൾ ദന്തേവാഡയിലെ മുൻ ഡിവിഷണൽ കമാൻഡർ കൂടിയായ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം വരുന്നത് ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ ഉള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം സുരക്ഷാ കാരണങ്ങളാൽ പറയാൻ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്ന, നമ്മുടെ കേരളത്തിലെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വലിയ ആകാംക്ഷയുള്ള ഒരു ചോദ്യമായിരുന്നു, ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഉൾഗ്രാമങ്ങളിലേക്ക്, ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ എത്തുന്നത് എന്നുള്ളത്. അതിന് പലരും പല ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നത് കണ്ടു. അതായത് ഇവർ സമാധാന സന്ദേശവുമായി പോകുന്നവരാണ്, സേവനത്തിന് പോകുന്നവരാണ്. ചില ആളുകൾ പറയുന്നത് ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ തെളിവിൻ്റെ അഭാവത്താൽ തെളിവൊന്നും തന്നെ ഇല്ലാതെ ഇവരിങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ നമുക്കൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായി തന്നെ അന്വേഷിച്ച് അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ തെളിവ് സഹിതം വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ചെയ്യുന്നത്. അതിനാലാണ് നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടെത്തിയത്. നിലവിൽ ദന്തേവാഡയിലെത്തിയാൽ, ദന്തേവാഡയിൽ ഈ സർക്കാരിൻ്റെ പുനരധിവാസ കേന്ദ്രമുണ്ട്. ആ പുനരധിവാസ കേന്ദ്രത്തിൽ, അത് എല്ലാ ജില്ലയിലുമുണ്ട്, സുക്മയിലുണ്ട്, അതോടൊപ്പം ബസ്സറിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം, ഈ മിഷണറിമാരുമായി, ക്രിസ്ത്യൻ മിഷണറിമാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യൻ മിഷണറിമാരുമായി മാവോയിസ്റ്റുകൾക്ക് ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റായ്പൂർ, ജഗദൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിൽ ഉള്ളവരുമായി ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ ആരൊക്കെയാണ് എന്ന് തനിക്കറിയില്ല. താൻ ഡിവിഷണൽ കമാൻഡർ മാത്രമായിരുന്നു. ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല. ഇവരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ട്, അത് തുടരുന്നുണ്ട് എന്നുള്ള കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവരുടെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ ക്രൈസ്തവ മിഷണറിമാരാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നത നേതൃത്വത്തിനാണ് ആരൊക്കെയാണിവർ എന്ന് അറിയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള ഇദ്ദേഹം നിലവിലിപ്പോൾ ദന്തേവാഡയിലെ പോലീസിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഛത്തീസ്ഗഡിലെ മതപരിവർത്തന ലോബി, മതപരിവർത്തന മിഷണറി സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതായത് ഏത് വിധേനയും മതം മാറ്റാൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലണം, അതിന് മാവോയിസ്റ്റുകളുമായി വരെ സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ഈ കൂട്ടർ പോകുന്നത്. ഇവരെയാണ് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം കുറച്ചധികം നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം മാവോയിസ്റ്റുകൾക്കെതിരെ, ഈ രാജ്യം അവിടുത്തെ വികസനം മുടക്കികളായ നക്സലുകൾക്കെതിരെ പോരാടുമ്പോൾ അവരുടെ സഹായം, ഈ മിഷണറിമാരുടെ സഹായം മാവോയിസ്റ്റുകൾക്കും കിട്ടി. അവർ തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. പല ഗ്രാമങ്ങളിലും ഇന്നും
സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏറ്റവും റിമോട്ട് ഏരിയകളുണ്ട്. ആ റിമോട്ട് ഏരിയകളിലേക്ക് ഇവർ ഇന്നും കടന്നു ചെല്ലുന്നുണ്ട് ഈ മിഷണറിമാർ. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, മാവോയിസ്റ്റുകളുമായി പല സ്ഥലത്തും ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ശ്രീകാന്ത് തന്നെ വളരെ ദുർഘടമായ വഴികളിലൂടെ പോയിട്ടാണ് ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ശ്രീകാന്ത് നേരിട്ട് ഛത്തീസ്ഗഡിലെത്തി അവിടെ പലയിടങ്ങളിലേക്കും സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത രീതിയിലുള്ള പല ഓപ്പറേഷൻസും നടത്തിയാണ് നമ്മൾ ഈ ഇദ്ദേഹത്തിലേക്ക് അടക്കം എത്തിയത് എന്നുള്ളതാണ്. ഈ മിഷണറിമാർ ബന്ധം പുലർത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മാവോയിസ്റ്റുകൾക്ക് സഹായമടക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ശ്രീകാന്ത്? കാരണം ഇത്തരത്തിൽ അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത പലതരത്തിലുള്ള ഗാഡ്ജറ്റുകളടക്കം എത്തിച്ചു കൊടുത്ത് പല രീതിയിലുള്ള നീക്കങ്ങൾ മിഷണറിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രീകാന്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. രവി, ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ മിഷണറി സംഘമൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം വർഷങ്ങളായി. അത് പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി, 10-30 വർഷം എന്തായാലും അതിൽ കൂടുതലാവുന്നെങ്കിലേ ഉള്ളൂ ഇവരുടെ പ്രവർത്തനം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനം ഇവിടേക്ക് വന്നിട്ട് അതൊരു 30-40 വർഷം എന്തായാലും ആകും ഈ ഇവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. നമ്മൾ അന്വേഷിച്ച കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുമ്പോൾ പറയുന്നത് മാവോയിസ്റ്റുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ചില ആളുകൾ നമ്മളുടെ ചാനലിൽ തന്നെ, ജനം TV-യിൽ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നില്ല, നമ്മളത് ഏറ്റുപിടിക്കാനും നിന്നിരുന്നില്ല. കാരണം നമുക്കത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നമുക്ക് അറിയുമായിരുന്നില്ല. അതൊരു ആരോപണം ഉന്നയിക്കാൻ എന്തായാലും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് കഴിയുകയുമില്ല. അതിനാൽ തന്നെയാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ദന്തേവാഡ എന്താണെന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. റെഡ് കോറിഡോറിൻ്റെ ഭാഗം, ഈ നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഈറ്റില്ലം എന്ന് പറയാവുന്ന സ്ഥലം. നമ്മൾ കാണുന്ന 10 പേരിൽ ഒരാൾ ഈ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ അവർക്ക് വിവരം നൽകുന്നവരോ അവരുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ തന്നെയായിട്ടുള്ള ഒരു പ്രദേശം. ആ ദന്തേവാഡയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചത് ഇതിൻ്റെ വസ്തുത തേടിയാണ്, വാസ്തവം തേടിയാണ്. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ വിവരം ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പുറത്തുവിടാത്തത്, ഇവരൊക്കെ തന്നെ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. അവിടെ ഇവരുടെ ജീവൻ ഇപ്പോഴും സുരക്ഷാ ഭീഷണിയുണ്ട്. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഇവർ അവരുടെ ഗ്രാമത്തിൽ നിന്നും മാറി ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ പഴയ കാര്യങ്ങളിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നയാളല്ല. അദ്ദേഹം കീഴടങ്ങിയ വ്യക്തി കൂടിയാണ്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, മാവോയിസ്റ്റുകളും മിഷണറി സംഘവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മരുന്നിനും, നമ്മൾ കേട്ട കഥ, മരുന്ന് നൽകാറുണ്ട് മിഷണറി സംഘം ഇവർക്ക്. കാരണം പല അസുഖങ്ങൾ പിടിക്കും, വനത്തിനകത്താണ് ഈ മാവോയിസ്റ്റുകൾ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് മരുന്നെത്തിക്കുന്നതും ഈ മിഷണറി സംഘമാണ്. അവരുടെ ഡിസ്പെൻസറികളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ നൽകാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പറയുന്നത് ഗാഡ്ജറ്റ്സുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ, അത് ലാപ്ടോപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളുമായാണ് ഇവർ സമ്പർക്കം പുലർത്തുന്നത്. ഡിവിഷണൽ കമാൻഡർ മാത്രമായ അദ്ദേഹത്തിന് ഇതുമായി വലിയ ബന്ധമില്ല. ഇവരാരൊക്കെയെന്നറിയില്ല. പക്ഷേ ജഗ്ദൽപൂരിലെയും റായ്പൂരിലെയും ദന്തേവാഡയിലെയും ഒക്കെ ചില ആളുകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് അറിയാം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ മതപരിവർത്തന ലോബി, മിഷണറി സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കം വന്നിട്ടുള്ള ആളുകൾ ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. ഇവർ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നറേറ്റീവുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ്, എന്തായാലും ഇവരെയും കൊണ്ടേ നമ്മൾ പോകൂ എന്നുള്ളത്. ഇവരുടെ യാഥാർത്ഥ്യം, വസ്തുത നമ്മൾ പുറത്തു കൊണ്ടുവരും എന്നുള്ളത്. ഇവർ നിസ്സാരക്കാരല്ല, ഇവർക്ക് വലിയ അധോലോക ബന്ധങ്ങളാണുള്ളത്. ഇവിടുത്തെ മാവോയിസ്റ്റുകളുമായടക്കം ബന്ധങ്ങളാണുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ശ്രീകാന്ത്, എന്തായാലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ വായുവിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിച്ച പല മാധ്യമങ്ങളും വാർത്തകൾ നൽകി. ഇടത് വലത് മുന്നണികൾ, രാഷ്ട്രീയ
മുതലെടുപ്പിന് ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെയാണ് ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ജനം ടി വിയിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് നേരിട്ട് പോകുന്നതും അവിടെ അന്വേഷണങ്ങൾ നടത്തുന്നതും ഈ സംഭവങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ജനം ടി വിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ജനം ടി വിയിൽ തന്നെ നിങ്ങൾ തുടരുക. ശ്രീകാന്ത് അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തി വരികയുമാണ്. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. മമത സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നടപടികൾക്കെതിരെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ രാത്രി കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ ഹിന്ദു യാത്രകൾ സംഘടിപ്പിച്ചു. മമത സർക്കാർ ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും റോഹിംഗ്യകൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഹിന്ദു യാത്രയിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്? രാഖി, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബംഗാളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ അത് നോർത്ത് 24 പർഗാനസിൽ നിന്നാണെങ്കിലും മുർഷിദാബാദ് മേഖലയിലാണെങ്കിലും എല്ലാം തന്നെ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ, ഹിന്ദു വിരുദ്ധ നടപടികൾ വാർത്തകളായി നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും മുർഷിദാബാദ് മേഖലയിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുകയും അവർ മസ്ജിദിൽ കയറി ഒളിക്കുകയും പിന്നീട് പോലീസ് ഹിന്ദു വിഭാഗത്തിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അതിനെതിരെയാണ് ഒരു വലിയ പ്രതിഷേധം ബംഗാളിലുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി കൊൽക്കത്ത, സിലിഗുരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ BJPയുടെ നേതൃത്വത്തിൽ ഹിന്ദു യാത്രകൾ നടത്തിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും BJP നേതാവ് കൂടിയായിട്ടുള്ള സുവേന്ദു അധികാരി രൂക്ഷമായിട്ടുള്ള വിമർശനം മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ഹിന്ദു വിരുദ്ധ നടപടികളാണ് മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കും ഹിന്ദു വിരുദ്ധ സംഘർഷങ്ങൾക്കും മമതാ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ മമതാ സർക്കാർ ഭരിക്കുന്നത് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ള മുസ്ലിമുകൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമൊപ്പം റോഹിംഗ്യൻ മുസ്ലിംകൾക്കും വേണ്ടി മാത്രമാണ് നിലവിൽ പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ ഭരണം നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് BJP മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നോർത്ത് 24 പർഗാനസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മമതാ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുവേന്ദു അധികാരി ഉയർത്തുന്നത്. ഒപ്പം BJP മുൻപോട്ട് വെക്കുന്നത് നിലവിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് സമാനമായി പശ്ചിമ ബംഗാളിലെയും വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടുള്ള പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം. മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടും ഒപ്പം തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതിനും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ളവർക്കും അനധികൃതമായവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നൽകാൻ മമതാ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ബീഹാറിൽ നടന്നതിന് സമാനമായിട്ടുള്ള പരിശോധനയും നടപടിയും കൃത്യമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരിശോധനയും പശ്ചിമ ബംഗാളിലെയും വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്ന ആവശ്യം BJP മുൻപോട്ട് വയ്ക്കുന്നു. അതിനപ്പുറത്തേക്ക് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹിന്ദു വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കാൻ മമതാ സർക്കാർ തയ്യാറാകണമെന്നും അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന സൂചനയും എന്ന മുന്നറിയിപ്പുമാണ് BJP നൽകുന്നത്. ശരി ജിഷ്ണു, മമതാ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നടപടികൾക്കെതിരെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്ന വാർത്തയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. ഒപ്പം തന്നെ ഒരു കമന്റ് ചൂണ്ടിക്കാട്ടാനുള്ളത് ശ്രീധരൻ നമ്പ്യാർ എന്ന ID യിൽ നിന്ന് വരുന്ന കമന്റാണ്. വർഗീയത മാത്രം പറയുന്ന ജനം ചാനൽ ചില സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്കത് വർഗീയതയായി മാറും. അതിന് നമുക്കൊന്നും ചെയ്യാനാകില്ല എന്ന് മാത്രം മറുപടി നൽകുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ താളം ജീവിത സ്പന്ദനമായ നാട്, അതാണ് പാർത്ഥസാരഥിയുടെ ആറന്മുള ദേശം. വള്ളസദ്യയും ഉത്രട്ടാതി ജലമേളയ്ക്കും കരകൾ തയ്യാറെടുക്കുമ്പോൾ ആവേശവും ഭക്തിയും ആറന്മുള പാർത്ഥസാരഥിയുടെ 52 കരകളിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം നീരണിഞ്ഞ ഇടയാറന്മുള കിഴക്ക് പള്ളിയോടത്തോടൊപ്പമുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി. പള്ളിയോടപ്പുരയിൽ നിന്നും വള്ളം നീരണിയുമ്പോൾ മുതൽ വള്ളസദ്യ വരെയുള്ള വിവിധ ചടങ്ങുകൾ കാണാം.
പള്ളിയോടങ്ങൾ നീരണിയുമ്പോൾ കരക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൂർണ്ണതയിലെത്തുന്നത്. കഴിഞ്ഞ ഉത്രട്ടാതി ജലോത്സവം മുതൽ നിമിഷങ്ങൾ എണ്ണിയുള്ള കരക്കാരുടെ കാത്തിരിപ്പ്. ഇടയാറന്മുള കിഴക്ക് പള്ളിയോടം പള്ളിയോടപ്പുരയിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളോടെ നീരണിയൽ ചടങ്ങിലേക്ക്. ഇന്ന് നമ്മുടെ സമയം നോക്കി ഇന്ന് നമുക്ക് ചെറുകോൽ വള്ളത്തിന് നമുക്കും കൂടി ഒരു വഴിപാട് വന്നിട്ടുണ്ട്. ആ വഴിപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മളിപ്പോൾ നീറ്റിലിറക്കി കഴിഞ്ഞു. ഈ വർഷത്തോടെ ജലോത്സവവുമായി ബന്ധപ്പെട്ട് അഷ്ടമരോണി സദ്യ വള്ളസദ്യകൾ നമുക്ക് 13 വഴിപാടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ 13 വഴിപാടുകളും ഭംഗിയായി നടത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ കരയിലുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അത് തിരുവാറന്മുളയപ്പൻ്റെ നാമധേയത്തിൽ നമ്മൾ ഇന്ന് പമ്പാനദിയിൽ ഇറങ്ങിയിരിക്കും. നീരണിയിക്കുന്നത് നമ്മൾ അതിന് സമയം നോക്കിയിരുന്നു. സമയം നോക്കിയതിന് ശേഷം നമ്മുടെ കരക്കാരുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ നീറ്റിലിറക്കി കൊണ്ടുപോകും. അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് മാത്രമേ ഉണ്ടായിരുന്നു. നമുക്കല്ല വള്ളത്തിന് കാതലായ പണികളില്ല. എന്നാൽ ഉണ്ട്. 24 വർഷമായി ഞങ്ങൾ ഈ പുതിയ പള്ളിയോടം വെച്ചിട്ട് 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾക്ക് അല്പം മെയിൻ്റെനൻസ് പണി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്തു. ആർപ്പുവിളിയും വഞ്ചിപ്പാട്ടും അകമ്പടിയായി പള്ളിയോടം കടവിലേക്ക്. വള്ളസദ്യ വഴിപാടുകാർ ദക്ഷിണ നൽകുന്നതോടെ പള്ളിയോടം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ഭക്തന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചയായി പള്ളിയോടം ആറന്മുള ക്ഷേത്രക്കടവിൽ. വിവിധ പള്ളിയോടങ്ങൾ ഒന്നിച്ച് ക്ഷേത്രക്കടവിലേക്കെത്തുമ്പോൾ അത് നയനമനോഹര കാഴ്ച സമ്മാനിക്കുന്നു. ക്ഷേത്രക്കടവിൽ പള്ളിയോടത്തിന് വഴിപാടുകാരുടെ ഭക്തി നിർഭര സ്വീകരണം. വഞ്ചിപ്പാട്ടുപാടി പള്ളിയോടക്കാർ ക്ഷേത്രത്തിലേക്ക്. ഇനി ഭഗവാന് മുന്നിലാണ് ചടങ്ങുകൾ. ക്ഷേത്രത്തിന് വലം വെച്ച് പള്ളിയോടക്കാർ ഊട്ടുപുരയിലേക്ക്. വഴിപാടുകാർ നിലവിളക്ക് കൊളുത്തുന്നതോടെ സദ്യയ്ക്ക് തുടക്കമാകും. വഞ്ചിപ്പാട്ട് മുഴങ്ങും. പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ഇലയിലെത്തും. ദക്ഷിണ നൽകി പള്ളിയോടക്കാരെ യാത്രയയക്കുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ആറന്മുള പാർത്ഥസാരഥിക്ക് വള്ളസദ്യ വഴിപാട് ഒക്ടോബർ 2 വരെയാണ് നടത്തപ്പെടുന്നത്. ജനം, പത്തനംതിട്ട. ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ശ്രീധരൻ നമ്പ്യാർ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ID ഫേക്ക് ആണ് എന്നൊക്കെ. എന്ത് ചെയ്യാൻ, ചിലർക്ക് ചിലതൊക്കെ പറയുമ്പോൾ ഈ വ്യാജ മുഖങ്ങളിലല്ലാതെ സ്വന്തം ഐഡിയിൽ നിന്ന് പോലും കമൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു ധൈര്യമെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ, അതായത് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പോകുന്നത് നിഷയിലേക്കാണ്. നിഷ, 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വരും ദിവസങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ അതിശക്തമാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ മഴയുണ്ടോ? എങ്ങനെയാണ് സമീപ പ്രദേശത്തെയൊക്കെ അവസ്ഥ? രാഹി, മധ്യകേരളത്തിലെ ജില്ലകളിലെല്ലാം ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പക്ഷെ നിലവിൽ എങ്ങും മഴ പെയ്യുന്നില്ല. ഇന്നലെ രാത്രി അടക്കം മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ നല്ല മഴയായിരുന്നു. അതിരപ്പള്ളി മേഖലയിലും ഒപ്പം തന്നെ കോട്ടയത്തുമൊക്കെ ഇന്നലെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു. നിലവിൽ ഇവിടെ എവിടെയും തന്നെ മഴ പെയ്യുന്നില്ല. അതിരപ്പള്ളി മേഖലയിൽ ഇന്നലെ രാത്രിയിലെ കനത്ത മഴയിൽ മലക്കപ്പാറ റൂട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചൂരൽമേട് ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടായത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും. ഇപ്പോൾ നിലവിൽ മഴയില്ല. ഒപ്പം തന്നെ കോട്ടയം മംഗളഗിരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നിട്ടുണ്ട്. മരം വീണാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ
ഇന്നലെ മഴ ശക്തമായിരുന്നു, പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയിലും മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നിലവിൽ എവിടെയും ഈ മധ്യകേരളത്തിലെ ജില്ലകളിൽ എങ്ങും തന്നെ മഴ പെയ്യുന്നില്ല. രാഖി. ശരി, നിഷ ദിസ്നയിലേക്ക് കൂടി പോവുകയാണ്. ദിസ്ന, വടക്കൻ കേരളത്തിൽ ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ? ദിസ്ന ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ്ന, ഈ വടക്കൻ കേരളത്തിലൊക്കെ മഴ മുന്നറിയിപ്പ് യെല്ലോ അലേർട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടെ ഇന്ന് മഴയുണ്ടോ? രാഗി, മഴ ഇപ്പോൾ ഇവിടെ പെയ്യുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. യെല്ലോ അലേർട്ട് ഉണ്ടെങ്കിലും ശാന്തമായി തന്നെയാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണുന്നത്. ഇന്നലെ പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ മലപ്പുറത്താണ് ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായത്. അതാണ് നമുക്ക് നിലവിൽ മഴയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി വളരെ അതിശക്തമായി മഴ പെയ്തു എന്ന ഒരു വിവരവും ലഭിക്കുന്നു. ഈ മലപ്പുറത്ത് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കാളികാവ് ഭാഗത്താണ് ഇത്തരത്തിലൊരു മലവെള്ളപ്പാച്ചിലുണ്ടായത്. വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ്. ഇവിടെ ഒന്നും തന്നെ, അതായത് അന്തരീക്ഷമൊക്കെ തന്നെയും വളരെ ശാന്തമായി തന്നെയാണ് നിൽക്കുന്നത്. അതായത് കടൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴ ലഭ്യമായി എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു. രാഗി. ശരി ദിസ്ന, ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് സംസ്ഥാനത്ത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ആണ്. ഒപ്പം തന്നെ മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രേക്ഷകർ നമുക്ക് ആശംസയും നമസ്കാരവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പ്രദീപ് PP, ഹരീഷ് G, RK വൈകുണ്ഠം, രാജേഷ് മിനിമോൾ, ഉഷ നല്ലൂർ, പ്രദീപ്, രാജേഷ്, ശശി CR, സദാനന്ദൻ, അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്ക് അവർ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് അറിയിച്ചിരിക്കുകയാണ്. അവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നുണ്ട്. ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത്. കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്നിച്ചത് കുറ്റമായി കാണുന്നത് ശരിയല്ല എന്ന് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം TVയോട് പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഭരണപ്രതിപക്ഷ മുന്നണികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കന്യാസ്ത്രീയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി ഹിന്ദു ജനതയെ വേട്ടയാടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരിമാർക്ക്, സിസ്റ്റർമാർക്കുണ്ടായ ദുരിതങ്ങളും ദുരന്തങ്ങളും അതിന് യഥാർത്ഥത്തിലുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ചിന്തിക്കുന്നതിന് പകരം രാഷ്ട്രീയപരമായിട്ട് ഇതിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകാനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ആണോ ചെയ്യുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും തോന്നിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിനാകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. സംസ്കാരത്തോടെ കുട്ടികൾ വളരണമെന്ന രക്ഷകർത്താക്കളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പാദം തൊട്ട് വന്ദിച്ചപ്പോഴും ചിലർ വിവാദമാക്കാനാണ് ശ്രമിച്ചതെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം TVയോട് പറഞ്ഞു. നമുക്കറിയാം, സ്കൂളിലെ കുട്ടികൾ അധ്യാപകരെ പൂജിക്കുന്ന കാണുമ്പോൾ അതിനൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളാണ്. ആ കുട്ടികളുടെ നല്ല സംസ്കാരം ഉണ്ടാകാനും ചിന്തയുണ്ടാകാനും ഗുരുക്കന്മാരെ വന്ദിക്കാനും നമസ്കരിക്കാനും ഒക്കെയുള്ള അച്ഛനമ്മമാരെ വന്ദിക്കാനൊക്കെ ഉള്ളൊരു വലിയ സംസ്കാരത്തിനെ പഠിപ്പിക്കുന്ന ഏർപ്പാടാണ്. അതൊക്കെ ഒരു ശീലങ്ങൾ നന്നായി വരാൻ വേണ്ടിയാണ്. അതിനെയൊക്കെ തെറ്റായ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന കഷ്ടം തോന്നിപ്പോവാണ്. ഇതിനെല്ലാം രാഷ്ട്രീയമായിട്ട് ആരും കാണരുതെന്ന് ആഗ്രഹിച്ചു പോവാണ്. ഏതായാലും ബൗദ്ധിക തലത്തിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥത, ഓരോരുത്തർക്ക് ജനപ്രതിനിധികളൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ വിഷയങ്ങളെ കാണാനും ഇതിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകാതിരിക്കാനും ശ്രമിക്കണം. അങ്ങനെ ക്രൈസ്തവരും ഹൈന്ദവരും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തെയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് ഞങ്ങളുടെ യോഗക്ഷേമ സഭയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വ്യക്തമായ നിലപാടും അഭിപ്രായവും. വരും ദിവസങ്ങളിൽ ഹിന്ദു സമൂഹത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.
നമ്മുടെ ദന്തേവാഡ മുൻ മാവോയിസ്റ്റ് നേതാവിന്റെ വെളിപ്പെടുത്തൽ ഇത്തരം വീഡിയോകൾ എപ്പോഴാണ് യൂട്യൂബിൽ വരിക എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഉരുക്കു കോട്ടയായിരുന്ന ദന്തേവാഡ ഇന്ന് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പേടിച്ച് പോലീസും സൈന്യവും വരെ പോകാൻ മടിച്ച ഇടങ്ങളിലേക്ക് ഇന്ന് ആർക്കും കടന്നു ചെല്ലാം. ദന്തേവാഡയിലെ നക്സൽ ശക്തി കേന്ദ്രമായിരുന്ന അബൂസ്മത് ഗ്രാമത്തിൽ നിന്നും ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് വലിയ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇത് ഇന്ദ്രാവതി നദിക്ക് കുറുകെയുള്ള പാലമാണ്. ഈ ഇന്ദ്രാവതി നദി എവിടെയാണെന്നറിഞ്ഞാൽ നമ്മളൊരു ഉൾക്കിടിലത്തോടെ മാത്രമേ ആ പേര് നമുക്ക് കേൾക്കാൻ സാധിക്കൂ. ഇത് സാക്ഷാൽ ദന്തേവാഡയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദന്തേവാഡ അതായത് കുപ്രസിദ്ധമായ സ്ഥലം, മാവോയിസ്റ്റ് ഭീകരർ വരിഞ്ഞു മുറുക്കിയ സ്ഥലം, ഈ രീതിയിൽ കുപ്രസിദ്ധമായ സ്ഥലമായിരുന്നു ദന്തേവാഡ. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ബാധിത ഗ്രാമമായ അബൂജ് മതിലേക്കുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്നതാണ് ഈ ഇന്ദ്രാവതി നദിയും അതിനു കുറുകെയുള്ള ഈ പാലവും. ഇത് ലൈൻ ഓഫ് കൺട്രോൾ എന്നുകൂടിയാണ് ഈ സ്ഥലം, ഈ പാലം അറിയപ്പെടുന്നത്. ഈ പാലം കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ അബൂജ്മത് ഗ്രാമം അടക്കമുള്ള വിദൂര ഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്, ആദിവാസി ഗ്രാമങ്ങളിലേക്കാണ്. ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്നാലുടൻ നമ്മൾ മാവോയിസ്റ്റുകളുടെ നിരീക്ഷണത്തിലായിരുന്നു. കാരണം അക്കരെ കരയിലുള്ളത് മുഴുവൻ അവരുടെ ഗ്രാമങ്ങളായിരുന്നു, അവരുടെ ജനതാ സർക്കാർ ഭരിക്കുന്ന ഗ്രാമങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പറയാം. ഈ കാണുന്ന വലിയ വിശാലമായ പാലം, ഇത് കേവലം ഒരു പാലമായി മാത്രം നമ്മൾ കാണരുത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും അധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇതുപോലെയൊരു പാലം ഇവിടെ ഉണ്ടാകാനും. വിദൂര ഗ്രാമങ്ങളിലുള്ള വനവാസി ഗ്രാമങ്ങളെയും ഒപ്പം തന്നെ മുഖ്യധാര ടൗണുകളിലേക്കും മറ്റും അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന്, സംയോജിപ്പിക്കുന്നതിന് നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഗ്രാമങ്ങളിലൊക്കെ തന്നെയുള്ള മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ CRPFന് സുഗമമായി സഞ്ചരിക്കാൻ ഈ പാലം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടുത്തെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ അബൂജ്മത് ഉൾപ്പെടുന്ന ഈ ദന്തേവാഡയിലെ ഈ മേഖല, ഇത് റെഡ് കോറിഡോറിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗങ്ങളിൽ ഒന്നാണ്. അവിടേക്ക് ഇന്ന് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ നിരീക്ഷണത്തിലായിരിക്കാം, അല്ലെങ്കിൽ തോക്കിൻ മുനയിലായിരിക്കാം, എന്തു തന്നെയായിരുന്നാലും പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് ആത്മവിശ്വാസത്തോടെ നമുക്കിവിടേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് മാവോയിസ്റ്റുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ സമാധാൻ എന്ന ആ ഒരു പോരാട്ടമാണ്. നിരവധിയായ മാവോയിസ്റ്റുകളെ ഇവിടെ കൊലപ്പെടുത്തുന്നതിന്, നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ വധിക്കുന്നതിന് നമ്മുടെ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം, ഇതിനൊരു പ്രത്യേകതയുള്ളത്, 38 മാവോയിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കഴിഞ്ഞ വർഷം വധിച്ച സ്ഥലം കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. അത്രയധികം മുന്നേറ്റം മാവോയിസ്റ്റുകൾക്കെതിരെ ഉണ്ടാക്കാൻ നമ്മുടെ സൈന്യത്തിന്, നമ്മുടെ CRPFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ദേ നോക്കൂ, ഇന്ദ്രാവതി നദി നമുക്ക് കാണാൻ സാധിക്കും. എത്ര വിശാലമായ ഭൂപ്രകൃതിയാണ് ഇവിടുത്തേതെന്ന് കാണാൻ സാധിക്കും. മനോഹരമായ സ്ഥലങ്ങളാണ്, എല്ലാ തരത്തിലുള്ള റിസോഴ്സുകളുമുണ്ട്. പക്ഷേ ഇവർക്ക് വളരാൻ, ഇവർക്ക് വികസനം വരാതിരിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 40 വർഷമായി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇത് അടക്കി ഭരിക്കുകയായിരുന്നു. പാലം പണിതാൽ അത് ബോംബ് വെച്ച് തകർക്കും, അതോടൊപ്പം തന്നെ റോഡുകൾ പണിതാൽ മൈൻ വെച്ച് തകർക്കും. ഇവിടെ ജോലിക്കായി, വികസന പ്രവർത്തനങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊല്ലും. ഗ്രാമത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരാൾ ഉണ്ടായാൽ അയാൾ സർക്കാരിനെ സഹായിക്കും എന്ന് പേടിച്ച് അവനെ വെടിവെച്ച് കൊല്ലും. ഈ രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായത്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം വന്നു. അതിന് അവർ ഇവർക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതേ നോക്കൂ, നമുക്ക് വിദൂരതയിൽ കാണാൻ സാധിക്കും CRPFൻ്റെ ക്യാമ്പാണത്. ഇതുപോലെ നിരവധി ക്യാമ്പുകൾ നമുക്ക് ഈ ദന്തേവാഡ, ബസ്തർ, സുഗമ ഉൾപ്പെടുന്ന ഈ മാവോയിസ്റ്റ് മേഖലകളിൽ മുഴുവൻ ഇപ്പോൾ കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് സമാധാനം നൽകാൻ, ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി 5 കിലോമീറ്റർ ദൂരം വെച്ച് ഇതുപോലെയുള്ള ക്യാമ്പുകൾ നമുക്ക് കാണാനും സാധിക്കും. എല്ലാ മേഖലകളിലും ഇനിയിപ്പോൾ വളരെ കുറച്ച് മേഖലകളിൽ മാത്രമായി ഈ നക്സലുകൾ, ഈ മാവോയിസ്റ്റുകൾ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. 11,000-ത്തിലധികം ജവാന്മാരെ അടക്കം കൊലപ്പെടുത്തിയ രാക്ഷസ കൂട്ടമാണിത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിരവധിയായ രാഷ്ട്രീയക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കിരാതവർഗത്തിനെതിരെ
അമിത്ഷായുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സമാധാൻ നടക്കുകയാണ്. 2026 മാർച്ച് 31 ഈ രാക്ഷസക്കൂട്ടത്തിൻ്റെ അടിവേര് അറുത്തുകൊണ്ടൊരു പ്രഖ്യാപനം അമിത്ഷായുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദ്രാവതി നദിക്ക് മുകളിലുള്ള ഈ പാലം. ഗേറ്റ് വേ അബുജ്മാദിലെ ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന മാവോയിസ്റ്റ് ഗ്രാമത്തിലേക്ക് പോകുന്ന ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ഈ പാലം, ഒപ്പം തന്നെ ലൈൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്ന ഈ പാലം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ ആ ആത്മവിശ്വാസം നൽകിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ സമാധാൻ ദൗത്യമാണ്. അത് വലിയ വിജയമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. സദാനന്ദൻ എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ജനം ടിവിയുടെ പുതിയ സ്റ്റുഡിയോയുടെ മെഗാ ലോഞ്ചിങ് ഡേറ്റ് തീരുമാനമായോ എന്ന്. എത്രയും വേഗം അതൊക്കെ ഔദ്യോഗികമായി തന്നെ നിങ്ങളെയും അറിയിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് സബ് ജയിലിൻ്റെ മതിലിനോട് ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യ ബോർഡുകൾ. CPM ജില്ലാ നേതാവിൻ്റെ ബന്ധുവിൻ്റെ സ്ഥാപനത്തിനാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യത്തിന് അനുമതി നൽകിയത്. ജയിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ CPM നടത്തിയ ഇടപെടലിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, ഈ ജയിൽ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നേരത്തെ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ വാർത്തകൾ വന്നിട്ട് അധിക ദിവസമായില്ല. ഇതിനിടയിലാണ് ഗുരുതരമായ ചട്ട ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത കൂടി ദിസ്ന പങ്കുവയ്ക്കുന്നത്. ദിസ്ന, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രാഗി, ഗോവിന്ദചാമി ജയിൽ ചാടിയതിന്റെ ആ ഒരു നടുക്കം അല്ലെങ്കിൽ ആ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ തന്നെയും കേരളം ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ കോഴിക്കോട് ജയിലിന്റെ മുൻപിൽ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഫ്ലെക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ സുരക്ഷയെ ബാധിക്കുന്നതോ കാഴ്ചയോ മറക്കുന്നതുമായ ഒന്നും മതിലിനോട് ചേർന്നോ ജയിൽ വളപ്പിലോ സ്ഥാപിക്കരുത് എന്ന ഒരു ചട്ടമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ആ ചട്ടത്തെയൊക്കെ തന്നെയും മറികടന്നുകൊണ്ട് കോമ്പൗണ്ടിനോട് ചേർന്നാണ് ഇത്തരത്തിലുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള കമ്പി ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, UDFന്റെ ഭരണകാലത്ത് ഇത്തരത്തിൽ ഒരു പരസ്യ ബോർഡ് ഇവിടെ സ്ഥാപിച്ച സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഒക്കെ തന്നെയും ഈ DYFI രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അവർ ജയിൽ സൂപ്രണ്ടിനെ ഒക്കെ തന്നെയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ ഉയർന്നത്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന DYFI നേതാവ് ഇപ്പോൾ പാർട്ടിയുടെ വലിയൊരു, അതായത് CPMന്റെ വലിയൊരു നേതാവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനാണ് ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള കരാർ നൽകിയിരിക്കുന്നത് എന്നൊരു ആക്ഷേപവും നിലവിൽ ഉയർന്നു വരികയാണ്. എന്തായാലും ഈ CPM ഇരട്ടത്താപ്പിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞു. നമുക്ക് വളരെ വ്യക്തമായ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രാഗി. അതായത് ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുവാൻ, അതും കോമ്പൗണ്ടിനകത്ത്, ഈ കാണുന്നതാണ് ഈ ജയിലിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ടിനകത്തേക്കാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കമ്പികൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ്. അപ്പോൾ ഈ ജയിൽ ചാടുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രതിക്ക് വളരെ കൃത്യമായി ഈ കമ്പികളിലൂടെ പുറത്തേക്ക് വന്ന് സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്, അന്ന് ഈ ചാർലി തോമസ് ഒരു ബെഡ്ഷീറ്റൊക്കെ ഒപ്പിച്ച് ജയിൽ ചാടാൻ ബുദ്ധിമുട്ടിയെങ്കിൽ ഇനിയൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കോഴിക്കോട് നിന്ന് ജയിൽ ചാടാം. കാരണം അമ്മാതിരിയുള്ള ഒരു നിർമ്മാണമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കമ്പിയൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ജയിൽ മതിലിനോട് ചേർന്നല്ലേ ദിസ്ന? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇതാണ് ഈ ജയിലിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിനകത്താണ് ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കമ്പികൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഒന്നുകൂടി നമ്മുടെ ക്യാമറമാനോട് പറഞ്ഞാൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇത് കാട്ടിത്തരും. ആദ്യം ജയിലിന്റെ കോമ്പൗണ്ട് കാണുന്നു, അതിനുശേഷമാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള കമ്പികൾ ഉള്ളത്. ഈ കമ്പികൾ, അതായത് ഈ ചില പരസ്യ ബോർഡുകളൊക്കെ തന്നെയും തകർന്നു വീണ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ കമ്പികൾ മാത്രം ഇപ്പോൾ ഈ മതിലിനോട് ചേർന്ന് ഹോൾഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ മതിൽ ചാടണം എന്നൊരു ഉദ്ദേശമുള്ള ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പികൾ വഴി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നത് തന്നെയാണ്. എന്തായാലും UDF ഭരിക്കുന്ന സമയത്ത് പ്രതിഷേധമൊക്കെയായി ജയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ച
കുറച്ച് ആളുകളാണ്. പക്ഷേ അതൊന്നും അവർ കാണാതെ പോകുന്നു എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ്. എന്തായാലും വലിയൊരു ആരോപണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതായത് CPM-ന്റെ ഒരു ബന്ധു, അതായത് CPM പ്രവർത്തകന്റെ ഒരു പ്രധാനിയായ ബന്ധുവിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ കോമ്പൗണ്ടിനുള്ളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്രയും സുരക്ഷയുണ്ട് എന്ന് പറയുമ്പോഴാണ് അത്തരത്തിൽ ജയിൽ വകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ജയിൽ ചാട്ടം ഉണ്ടായത്. എന്നാൽ ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദീകരണം കൂടി എടുത്തു പറയേണ്ടതുണ്ട് രാഗി. അവർ പറയുന്നത് ജയിൽ വകുപ്പിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വരുമാനത്തിനായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകിയത് എന്ന് തന്നെയാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു രാഗി. എന്തായാലും ഈ ജയിൽ സുരക്ഷ മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിൽ വിചിത്രമായ ഒരു മറുപടി ജയിലധികൃതർ നൽകുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും കോഴിക്കോട് സബ് ജയിലിൻ്റെ മതിലിനോട് ചേർന്ന് ചട്ടങ്ങൾ ലംഘിച്ച് പരസ്യ ബോർഡുകൾ എന്നുള്ള വാർത്തയാണ് കൃഷ്ണ സുരേഷ് കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്. CPM ജില്ലാ നേതാവിൻ്റെ ബന്ധുവിൻ്റെ സ്ഥാപനത്തിനാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പരസ്യത്തിന് അനുമതി നൽകിയത്. ഈ ജയിലിൽ നിന്നൊക്കെ ജയിൽ ചാടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ജയിൽ മതിലിനോട് ചേർന്ന് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്നതുമാണ്. കൃഷ്ണ സുരേഷാണ് വാർത്ത കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ DME ഹിയറിംഗ് ഇന്ന്. യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. അതേസമയം ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടി താക്കീതിൽ ഒതുക്കിയേക്കുമെന്നാണ് വിലയിരുത്തൽ. ജനകീയ ഡോക്ടർക്കെതിരെ ശിക്ഷാ നടപടിക്ക് കോപ്പ് കൂട്ടുന്നത് ധാർഷ്ട്യമെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഡോക്ടർമാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദയുണ്ട്. ശ്രീനന്ദ, ആദ്യം ഈ ഡോക്ടർ ഹാരിസ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് വളരെ സത്യസന്ധനായ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് സ്വയം വെള്ളപൂശുകയായിരുന്നു ആരോഗ്യമന്ത്രി. പിന്നീട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന എന്തായാലും ഇതിന് ചുട്ട മറുപടി നൽകുമെന്ന് പറഞ്ഞ് രംഗത്തുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ നടപടി ഒരു താക്കീതിൽ ഒതുക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ താക്കീത് ചെയ്യാനും മാത്രമുള്ള തെറ്റാണോ ഡോക്ടർ ഹാരിസ് ചെയ്തത്? ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അതാണ് സംഭവിച്ചത്. എന്തായാലും ആരോഗ്യവകുപ്പിനെ കല്ലുവാരി എറിയുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തി എന്നുള്ളതായിരിക്കും ഹാരിസിന് മേൽ ചുമത്താൻ പോകുന്ന കുറ്റം, അല്ലേ ശ്രീനന്ദ? രാഖി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നതിൽ 99.9% കാര്യങ്ങളും ഡോക്ടർ ഹാരിസ് ഡോക്ടർ പറഞ്ഞതൊക്കെ തന്നെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് നമുക്ക് പരസ്യമാക്കാൻ അല്ലെങ്കിൽ നമുക്കിതുവരെ മാധ്യമങ്ങൾക്കോ അതുപോലെ തന്നെ ആർക്കും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിയുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ വീഴ്ചകൾ എന്തെല്ലാമാണോ അതെല്ലാം തന്നെ സത്യസന്ധമായ കാര്യമെന്ന് തന്നെയാണ് ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എന്തായാലും അല്ലെങ്കിൽ ഈ ആഴ്ച 7 ദിവസത്തിനകം DME അദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹം അത് സ്വന്തം കൈപ്പടൽ എഴുതി തന്നെ നൽകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇന്നാകും DME അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് നടത്തുക. ഡോക്ടർ ഹാരിസ് ചിറക്കലുമായുള്ള ഹിയറിംഗ് ഇന്ന് എന്തായാലും നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപ മുടക്കി മോസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഹോസ്പിറ്റലിൽ യൂറോളജി വിഭാഗത്തിൻ്റെ ആശുപത്രിയിൽ വാങ്ങിക്ക് വെക്കുകയുണ്ടായി. ആ ഒരു ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അതുപോലെ തന്നെ ആ കമ്പനി ആ ഒരു ഉപകരണത്തിൻ്റെ ഉൽപ്പാദനം നിർത്തിയതും അതിന് കുറച്ച് അസ്വാഭാവികമായ കാര്യങ്ങളുണ്ട്. ആ ഒരു ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കമ്പനി ആ ഒരു ഉപകരണം ഉണ്ടാക്കുന്നത് നിർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഉപകരണം ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് പാർശ്വഫലങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ആ ഒരു ഉപകരണം ഉപയോഗിക്കാതെ മാറ്റിവെച്ചേക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഈ ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണാനില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ ഒരു തെറ്റായി പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. അങ്ങനെ ഒരു ഉപകരണത്തിൻ്റെ ഭാഗം കാണാതായിട്ടില്ല. ആ ഒരു ഉപകരണം അവിടെ തന്നെ ഉണ്ട്.
പിന്നെ പറയുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആദ്യം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മാസത്തിന് മേലെയായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു മാസത്തിന് മുൻപ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഒരു ഉപകരണം കാണാനില്ല, അല്ലെങ്കിൽ ഉപകരണം എവിടെയാണ്, അല്ലെങ്കിൽ ഉപകരണം ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിരവധി തവണ ആരോഗ്യവകുപ്പിനെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ അറിയിച്ചു. കളക്ടർക്കും നിരവധി തവണ നിവേദനവും ഒക്കെ തന്നെ നൽകിയതാണ്. പക്ഷേ ഇതെല്ലാം കളക്ടറേറ്റിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 മാസം കളക്ടറേറ്റിൽ കെട്ടിക്കിടന്ന ശേഷമാണ് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു ഉപകരണം ഇല്ലാത്ത കാര്യം ആരോഗ്യവകുപ്പിനെ ധരിപ്പിച്ചെങ്കിൽ കൂടി അവർ ഇതുവരെയും യാതൊരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഒരു ഉപകരണം കാണാനില്ല, ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ആരോഗ്യമന്ത്രി അവിടെ എടുത്തു പറഞ്ഞത്. അവർ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെയാണ് കുറ്റക്കാരനാക്കാൻ നോക്കിയത്. അല്ലാതെ ഹാരിസ് ചിറക്കൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹം ഈ ഒരു ഉപകരണ ക്ഷാമം എന്ന് പറയുന്ന കാര്യം ധരിപ്പിച്ചിരുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ളൊരു കാര്യമോ ഒന്നും തന്നെ ആരോഗ്യമന്ത്രി ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ല. അപ്പോഴും ആരോഗ്യ വകുപ്പിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തനിക്ക് ഒരു കോട്ടം തട്ടാതിരിക്കാനുള്ള ഒരു നടപടികൾ മാത്രമാണ് ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിന് നിർണായകം. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയ VC-യുടെ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്റ്റേ വേണമെന്ന ഡോക്ടർ KS അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച നിരാകരിച്ചിരുന്നു. ഹർജിയിൽ സർവകലാശാലയും VC-യും ഇന്ന് മറുപടി നൽകും. ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതല കൂടി കൈമാറിയ കേരള സർവകലാശാല VC-യുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജി കഴിഞ്ഞയാഴ്ച പരിഗണിച്ച ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്ന് പരിഹസിച്ചിരുന്നു. മിനി കാപ്പന് കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നൽകിയ VC-യുടെ നടപടിക്കുൾപ്പെടെ സ്റ്റേ വേണമെന്ന അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അനിൽകുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. സർവകലാശാലയും VC-യും മറുപടി അറിയിക്കും. രജിസ്ട്രാറുടെ ചുമതല നിർവഹണം വൈസ് ചാൻസലർ തടസ്സപ്പെടുത്തുന്നുവെന്നും രജിസ്ട്രാർ സ്ഥാനത്തു നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ അനിൽകുമാർ വാദമുന്നയിച്ചിരുന്നു. VC-യുടെ സസ്പെൻഷൻ ഉത്തരവ് നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് റദ്ദാക്കി. എന്നിട്ടും സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം VC നടപ്പാക്കുന്നില്ലെന്നാണ് മറ്റൊരു വാദം. ജനം, കൊച്ചി. ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. 2 വർഷത്തിനിടെ സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് 9779 ഭാരതീയരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. യുദ്ധമുഖത്ത് നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ കാവേരി മുതൽ ഓപ്പറേഷൻ സിന്ധു വരെയുള്ള ദൗത്യങ്ങൾക്കായി 91 കോടി രൂപ ചെലവഴിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ്. തിരികെ എത്തുന്നവർക്ക് യാത്രയും ഭക്ഷണവും താമസവും സൗജന്യമായിട്ടാണ് ലഭ്യമാക്കിയത് എന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനാണുള്ളത്. പ്രജിത്ത്, പലപ്പോഴും യുദ്ധമുഖത്ത് മലയാളികൾ കുടുങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഇടത് സർക്കാർ വന്നിട്ട് പറയും ഞങ്ങളെല്ലാം നോക്കിക്കോളാം, ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന്. പിന്നീട് അതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ എന്തായാലും കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം വളരെ വെടിപ്പായി ചെയ്തിട്ടുണ്ട്. ഈ ഭാരതീയരെ എല്ലാം തന്നെ വളരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അവരുടെ യാത്രയും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായി ലഭ്യമാക്കി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരു ഭാരതീയ പൗരൻ തങ്ങളുടെ രാജ്യത്തിന് പുറത്ത് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നു. തിരിച്ചു വരാൻ കഴിയാത്ത വിധം സാധാരണഗതിയിലുള്ള വ്യോമഗതാഗതവും കപ്പൽ ഗതാഗതവും ഒക്കെ തകരാറിലായി പോകുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ഭാരതത്തിലെ സൈന്യവും ഭാരതത്തിലെ ഭരണകൂടവും അവിടെ എത്തി അവരെ തിരിച്ച് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളൊരു 2016 മുതൽ ഇങ്ങോട്ടുള്ള ഒരു സ്ഥിരം കാഴ്ചയുമാണത്. അങ്ങനെയുള്ളൊരു വിശ്വാസം ഇന്ന് ഭാരതീയർക്കുണ്ട്. ലോകത്തെവിടെ എത്തിയാലും ലോകത്തെവിടെയാണെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള ഭരണകൂടവും തങ്ങളുടെ സൈന്യവും തങ്ങളെ തിരിച്ചെത്തിക്കുമെന്ന്. അത്തരം സംവിധാനങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകളായി കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്.
ആ ചോദ്യം പാർലമെന്റിൽ ലോക്സഭയിലെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ നടന്ന രക്ഷാദൗത്യങ്ങളും അതുവഴി തിരിച്ചെത്തിച്ച ആളുകളുടെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. 9779 പേരെയാണ് 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേന്ദ്രം വിവിധ കോൺഫ്ലിക്റ്റ് സോണുകളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്തും കപ്പലുകളിലും ഒക്കെയായി രക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധു പോലെയുള്ള അത്തരം റെസ്ക്യൂ ദൗത്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതും കേന്ദ്രം പറയുന്നു. ഈ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 9779 പേരെ കേന്ദ്രം ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. അത് 2023 ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ കാവേരിയാണ്. അത് സുഡാനിൽ നിന്ന് 4097 പേരെ, അതിൽ 136 പേർ വിദേശികളാണ്, അവരെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. ഇതിനുവേണ്ടി കേന്ദ്രം ഏതാണ്ട് 45.63 കോടി രൂപയും ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. 2023 തന്നെ ഇസ്രായേലിൽ നിന്ന് 1343 പേരെ എത്തിച്ച ഓപ്പറേഷൻ അജയ്, അതുകൊണ്ട് തന്നെ ഹൈത്തിയിൽ നിന്നുള്ള രക്ഷാദൗത്യമായിട്ടുള്ള ഓപ്പറേഷൻ ഇന്ദ്രാവതി, പിന്നീട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഭാരതം നടത്തിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 3597 പേരെ, അതിൽ 14 ഓവർസീസ് ഇന്ത്യൻസും ഉണ്ട്, 14 വിദേശികളുമുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്ന് 818 ഭാരതീയരെയും ഭാരതത്തിലേക്ക് മടക്കി എത്തിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരങ്ങൾ. ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും 27.68 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ദൗത്യം തുടരുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ കണക്കിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും സംഘർഷ സാഹചര്യങ്ങൾ അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ എംബസികളിലും മറ്റും പ്രത്യേക സംവിധാനമൊരുക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായും ആവശ്യഘട്ടത്തിൽ വേണ്ട മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒഴിഞ്ഞുപോകാനുള്ള നിർദ്ദേശങ്ങളും അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നതായും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. ഒപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ, അലർട്ട് സെൻ്ററുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന കമ്പനികളുമായിട്ടുള്ള സഹകരണം തുടങ്ങിയവയൊക്കെ ഇപ്പോൾ ഒരു പ്രോപ്പർ മെക്കാനിസം എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇത്തരത്തിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടാകുമ്പോൾ, ഒരു വംശീയ കലാപമുണ്ടാകുമ്പോൾ, ഒരു ചേരിതിരിഞ്ഞുള്ള ആഭ്യന്തര കലാപമുണ്ടാകുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ, ഭാരതീയരെ മോചിപ്പിച്ചെത്തിക്കാനുള്ള ഒരു കൃത്യമായ മെക്കാനിസം, ഒരു വർക്കിംഗ് മെക്കാനിസം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 91 കോടി രൂപയിലധികമാണ് ഇത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ തിരിച്ചെത്തിക്കുന്ന ആളുകൾക്കുള്ള വിമാനയാത്രയെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കപ്പൽ യാത്രയെങ്കിൽ ആ യാത്ര സൗജന്യമാണ്, അവർക്കുള്ള താമസം സൗജന്യമാണ്, ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതും എല്ലാം സൗജന്യമായി തന്നെയാണെന്നും കേന്ദ്ര സർക്കാർ ഈ പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഏത് രക്ഷാദൗത്യം ഭാരതം നടത്തുമ്പോഴും ആ രക്ഷാദൗത്യം നടത്തുന്ന ഒരു സമയത്ത് തൊട്ട് മുൻപ് ചില വിമർശനങ്ങളുമായി ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ രംഗത്തെത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കൃത്യമായി ഭാരതം നടത്തുന്ന രക്ഷാദൗത്യങ്ങൾ എത്രത്തോളമാണ്, അതിൻ്റെ ഒരു തോത് എത്രയാണ് എന്നുള്ളത് കൃത്യമായി കണക്കുകളിൽ വ്യക്തമാണ്. ഓരോ രാജ്യത്തു നിന്നും ആവശ്യഘട്ടങ്ങളിൽ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ആളുകളെ കൃത്യമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന അറിയിപ്പ്. അതൊരു വിശ്വാസം കൂടിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ഭാരതീയനും ലോകത്തിൻ്റെ എവിടെ പോയാലും അത്തരം ആപത്ത് ഘട്ടത്തിൽ, ഒരു അടിയന്തര ഘട്ടത്തിൽ തങ്ങളെ തിരിച്ച് സുരക്ഷിതമായി തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ അവിടെ ഒരു ഭരണകൂടവും അതിനുള്ള സംവിധാനവും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം കൂടിയാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. 2 വർഷത്തിനിടെ സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് 9779 ഭാരതീയരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. 91 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾക്കായി എന്ന് വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചിരിക്കുകയാണ്. തിരികെ എത്തുന്നവർക്ക് യാത്രയും ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായിട്ടാണ് നൽകിയിട്ടും ഉള്ളത്. വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനനാണ്. നേരത്തെ നമ്മൾ നൽകിയ ഡോക്ടർ ഹാരിസിനെതിരായ നടപടി എന്ന വാർത്ത സംബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു. പ്രദീപ് പി പി എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയില്ല, പിടഞ്ഞ് വീഴുകയുള്ളൂ എന്ന്. തീർച്ചയായും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെ അവഗണിക്കുന്നത് തുടർന്ന് സംസ്ഥാനം പേര് അടിച്ചുമാറ്റി പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം ചില പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, എന്തൊക്കെ രീതിയിലുള്ള പരാതികളാണ് ഉയർന്നിരിക്കുന്നത്? പ്രധാനമായും രാഗി എടുത്തു പറയുകയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെയും ഗുണം ജനങ്ങൾക്ക് കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ്
ഈ കോർപ്പറേഷന്, അതായത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വിവിധ പദ്ധതികളിലും കേന്ദ്ര സർക്കാർ ഫണ്ട് വാങ്ങുന്നുണ്ടെങ്കിലും അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ തന്നെ പെൻഷൻ സ്കീമിന്റെ ആനുകൂല്യം നൽകുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇത് കോഴിക്കോടുള്ള പല ആശുപത്രികളിലും ലഭ്യമാകുന്നില്ല എന്നൊരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് കോഴിക്കോട് സ്വദേശിയായ ഒരു രാജഗോപാലനാണ്. ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി പോയിട്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഈ 70 വയസ്സ് കഴിഞ്ഞ വയോധികരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണിത്. ഈ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഈ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പെൻഷന് വലിയ സ്വീകാര്യതയെ തന്നെയായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇത് കേന്ദ്രത്തിന്റെ 60%വും 40% വിഹിതവുമാണ് ഈ സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടത്. ഈ പദ്ധതി മറ്റു പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയെങ്കിലും കേരളത്തിലും നടപ്പിലാക്കി. പക്ഷെ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ, ജനങ്ങൾക്ക് ഇത് കൃത്യമായി ഇതിന്റെ ഗുണം ലഭ്യമാകുന്നുണ്ടോ എന്നതിലുള്ള യാതൊരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിട്ടില്ല. ഏതായാലും വലിയ വിമർശനം തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. രാഗി. ശരി ദിസ്ന, കേന്ദ്ര സർക്കാർ പദ്ധതികളെ സംസ്ഥാനം അവഗണിക്കുന്നു, ഒപ്പം തന്നെ പേര് മാറ്റി പദ്ധതികളായി സ്വന്തം പദ്ധതികളായി ഇവർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് പുതിയ കാര്യവും അല്ല എന്നുള്ളതാണ്. ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഗിരിജ CS എന്ന പ്രേക്ഷക പറയുന്നുണ്ട്, പൊളിഞ്ഞ കപ്പലിൽ നിന്ന് കിട്ടാവുന്നത്രയും അവസാന ലാപ്പിൽ അടിച്ചു മാറ്റുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളൊക്കെ അവിടെ കാണുമോ എന്തോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നതും. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചതിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വിമർശനം ശക്തം. വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ ന്യായീകരിച്ചുവെങ്കിലും സിനിമാ മേഖലയിൽ വിമർശനങ്ങൾ പുകയുകയാണ്. വിവരങ്ങളുമായി ശാലിനി ഉണ്ട്. ശാലിനി, ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം അത് അദ്ദേഹത്തിൽ നിന്നല്ല, ഒരു വ്യക്തിയിൽ നിന്നും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള പരാമർശമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും പട്ടികജാതി വിഭാഗത്തിന് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക സഹായം നൽകുമ്പോൾ അവർക്ക് ആദ്യം പരിശീലനം നൽകണം, അതല്ല എങ്കിൽ ആ പണമൊക്കെ പാഴായി പോകും എന്നുള്ള ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത്. ഈ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. എന്തിനാണ് അത്തരത്തിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം ചൂണ്ടിപ്പറഞ്ഞത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പൊതുവേദിയിൽ അധിക്ഷേപിക്കുകയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത്. ഈ ഒരു പരാമർശത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ, വളരെ രൂക്ഷമായ രീതിയിൽ വിമർശനവും ഉയർന്നുണ്ട് എന്നുള്ളതാണ്. വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അടൂർ ഗോപാലകൃഷ്ണനെ ആദ്യഘട്ടത്തിൽ ന്യായീകരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ സിനിമാ മേഖലയിൽ വിമർശനങ്ങൾ പുകയുന്നുണ്ട്. ശാലിനിയുടെ വിവരങ്ങളുമായി. ശാലിനി, അടൂർ ഗോപാലകൃഷ്ണൻ എന്നല്ല, ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്ന കാര്യമാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയത്, അല്ലേ? ഒരു വ്യക്തിയും പറയാൻ പാടില്ല. കാരണം ഒരു വിഭാഗത്തെ ചൂണ്ടി, അതും പിന്നാക്ക വിഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ചരിത്രത്തിൽ ആദ്യമായി സിനിമാ വകുപ്പ്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ആദ്യമായി ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുകയായിരുന്നു. അത് സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് 2 ദിവസം നീണ്ടുനിന്ന പരിപാടി തലസ്ഥാനത്ത് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അടച്ചാക്ഷേപിക്കുന്ന പ്രതികരണമാണ്. അതായത് KSFTCയിൽ നിന്നും ഇവർക്കൊക്കെ സഹായം നൽകുന്നുണ്ട്, സിനിമ നിർമ്മിക്കാനും ഒപ്പം തന്നെ ഡോക്യുമെൻ്ററികൾ അടക്കമുള്ള പ്രൊഡക്ഷന് വേണ്ടി തുക നൽകുന്നുണ്ട്. ഈ തുക വിനിയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സിനിമകൾ ക്വാളിറ്റി ഇല്ലാത്തതാണ്, ഇവർക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഇവർക്കൊരു 3 മാസം ട്രെയിനിങ് ആണ് ആദ്യം നൽകേണ്ടത്. എന്തിനാണ് ഇത്തരത്തിൽ പണം ഇവർക്ക് നൽകുന്നത് എന്നൊരു ചോദ്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അതൊരു ചോദ്യം മാത്രമല്ല, ഒരു വിഭാഗത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയാണ്. ആ പരിപാടി
സംഘടിപ്പിച്ച സംഘാടകരായിട്ടുള്ള സർക്കാർ പോലും, സർക്കാരിൻ്റെ പ്രതിനിധികൾ പോലും ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സദസ്സിൽ നിന്നും അദ്ദേഹത്തിന് കൂക്കിവിളികൾ അടക്കമുള്ള പ്രതിഷേധങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. പിന്നീട് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ വിമർശനം ഉന്നയിച്ചു. അത്തരത്തിൽ പറയാൻ പാടില്ല എന്ന് പരോക്ഷമായ രീതിയിൽ അദ്ദേഹത്തിന് മറുപടി നൽകി. പക്ഷേ പിന്നീട് അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ നിലപാട് തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ആയി എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ കടുത്ത ഭാഷയിലാണ് അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി സംവിധായകൻ ബിജു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതും അത്തരത്തിലൊരു വിമർശനമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് 3 മാസത്തെ പരിശീലനം വേണമെന്ന് തോന്നുന്നത് പ്രത്യേകതരം കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതേ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സംവിധായകനും ഒപ്പം തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് സിനിമകളും പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള ബിജു ഇക്കാര്യത്തിൽ കുറിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ ലിംഗസമത്വം ഉറപ്പാക്കുമെന്ന നിലപാടോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെ ഇത്തരത്തിലൊരു അധിക്ഷേപം അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയും ഒപ്പം തന്നെ SC/ST വിഭാഗങ്ങൾക്കെതിരെയും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല SC വിഭാഗത്തിലുള്ള സിനിമ ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേക ട്രെയിനിങ് നൽകണമെന്ന് പറയുന്നത് ഏത് തരത്തിലാണ്? അപ്പോൾ അല്ലാതെ ട്രെയിനിങ് ഇല്ലാതെയും ആയി മറ്റ് വിഭാഗങ്ങളിലുള്ള സവർണരൊക്കെ സിനിമ ചെയ്തിട്ട് അതൊക്കെ പല ഘട്ടങ്ങളിലും ചീറ്റിപ്പോയിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും ഒക്കെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയരുകയാണ്. ഏറ്റവും ഒടുവിലായി മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരത്തിലാണ്: വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയ വികാസം ഉണ്ടാകണം, അത് അടൂരിന് ഇല്ലാതായിപ്പോയി, അടൂർ മനുഷ്യനാകണം എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി കൂടിയാണ്. പ്രതിഷേധാത്മകമായ ഒരു പറച്ചിലാണ് അല്ലെങ്കിൽ പരാമർശമാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ നടത്തിയത് എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പൊതുവേദിയിൽ അധിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വളരെ രൂക്ഷമായ വിമർശനവും പരാമർശവും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ പുകയുന്നുമുണ്ട്. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട് അകത്തേത്തറ നടക്കാവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നതായി പരാതി. മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മലമ്പുഴ MLA ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ പാലത്തിന്റെ നിർമ്മാണമാണ് ഒച്ചിഴയുന്ന വേഗത്തിൽ തുടരുന്നത്. റെയിൽവേ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ തങ്ങളുടെ പ്രവൃത്തികൾ നിർവഹിക്കൂ എന്ന ഈഗോയാണ് സംസ്ഥാന സർക്കാരിനെന്ന് BJP ആരോപിച്ചു. 2017 VS അച്യുതാനന്ദൻ തറക്കല്ലിട്ടതാണ് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന്. പിന്നീട് നടന്ന സമരങ്ങൾ അനവധിയാണ്. എന്നാൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ തങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. നിലവിൽ അകത്തേത്തറക്കാരുടെ ഒരു സ്വപ്നമാണ് ഈ നടക്കാവ് മേൽപ്പാലം. 2017 ഒക്ടോബർ മാസം ഇതിന് തറക്കല്ലിട്ടതാണ് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ. 2021 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്തത്. നാളിതുവരെയായിട്ടും ഇത് 50% കൂടി പണി നടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല റെയിൽവേൻ്റെ പണി DRMനെ പോയി കണ്ട് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണകുമാരേട്ടൻ പോയി കണ്ട് അവരോട് സംസാരിച്ച സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേൻ്റെ പണി പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും കേരള സർക്കാരിൻ്റെ പണി വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒച്ചിൻ്റെ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയം ഇല്ലാണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കുന്നെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഒന്നാമത് അകത്തേത്തറ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വെട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. അത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു റോഡാണ് നടക്കാവ് മേൽപ്പാലം. ജനങ്ങളുടെ അകത്തേത്തറക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഇവിടുത്തെ പ്രവർത്തനം ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കുറച്ച് വർക്ക് നടത്തും. പ്രതിഷേധം അവസാനിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒച്ചിൻ്റെ അവസ്ഥയിലാണ് ഇവിടുത്തെ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ പണി പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്നിരിക്കെ ബോധപൂർവം സർവീസ് റോഡ് നിർമ്മാണം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നതെന്ന് BJP ആരോപിച്ചു. ഇത് എന്താണ് ഇലക്ഷൻ വരെ ഇത് വലിച്ചു നീട്ടാൻ തന്നെയാണ് നമ്മൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ്. പൊളിറ്റിക്കലാണ് ഇതിന് കംപ്ലീറ്റ് ഇതിന് പിന്നിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത്രയോ പെട്ടെന്ന് അന്നൊക്കെ ഒരു 100 ദിവസം അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ തീർക്കാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 8-9 കൊല്ലം ഇതേപോലെ അവർ പറഞ്ഞു നടക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ 8 വർഷമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും നിർമ്മാണം വൈകിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നും BJP ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അതേസമയം തങ്ങൾ വർഷങ്ങളായി
സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് എന്ന് നാട്ടുകാരും പറയുന്നു. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ അഖൽ 4ാം ദിവസവും പിന്നിടുന്നു. കുൽഗാം ജില്ലയിലെ അഖൽ ദേവ്സർ മേഖലയിലാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നത്. നേരത്തെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന വാർത്ത പുറത്ത് വന്നിട്ട് ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ജമ്മു കാശ്മീരിൽ അഖൽ വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സുരക്ഷാ സേനയും ഒപ്പം ഭീകരരും തമ്മിൽ അവിടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഇന്നിപ്പോൾ 4ാം ദിവസമാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് അഖൽ വനമേഖലയിൽ കുൽഗാം സെക്ടറിലെ അഖൽ വനമേഖലയിൽ പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയ്ക്കിടെ ഭീകരർ വെടിയുതിർക്കുകയും പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഈ അഖൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു എന്നുള്ളതാണ് സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ അഖൽ വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ സൈന്യം ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളതും അഖൽ വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു, അവിടെ കൂടുതൽ ഭീകരർ വൻ ആയുധശേഖരവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം. അതുകൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് അവിടെ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിലുടനീളം പ്രത്യേകിച്ച് മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളും അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള വനമേഖലകളിലുമെല്ലാം പ്രത്യേക പരിശോധനകൾ, സെർച്ച് ഓപ്പറേഷനുകൾ സൈന്യത്തിന്റെയും ഒപ്പം CRPF-ന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സേന നടത്തിവരികയാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിശക്തമായ ഭീകരവിരുദ്ധ നടപടികളാണ് ജമ്മു കാശ്മീരിൽ സൈന്യം നടത്തുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ വധിച്ചിരുന്നു. അതിൽ സുലൈമാൻ ഉൾപ്പെടെ, ഹാസിം സുലൈമാൻ ഉൾപ്പെടെയും പഹൽഗാം ഭീകരാക്രമണം പ്രാദേശികമായി ഏകോപിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഭീകരാക്രമണത്തിൽ, ആ കുറ്റകൃത്യത്തിൽ രാജ്യത്തെ പൗരന്മാരുടെ മതം ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഭീകരവാദികളെ സൈന്യം വകവരുത്തിയിരുന്നു. അതിന് പിറകെയാണ് കുൽഗാം സെക്ടറിലെ അഖൽ വനമേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ആ ഓപ്പറേഷൻ 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ ഒരു ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചത്. രാഖി. ശരി ജിഷ്ണു, ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ അഖൽ 4ാം ദിവസവും തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസവും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നുണ്ട്. ആദ്യം നിഷയിലേക്കാണ്. നിഷ, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മധ്യ കേരളത്തിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു അന്തരീക്ഷം? കേരളത്തിലെ ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. എങ്കിലും നിലവിൽ എവിടെയും മഴ പെയ്യുന്നില്ല. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. അതിരപ്പള്ളി മേഖലകളിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും ഒക്കെ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എവിടെയും തന്നെ മഴ പെയ്യുന്നില്ല. അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ചൂഴിൽമേട് ഭാഗത്താണ് വെള്ളക്കെട്ടുണ്ടായത്. മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. KSRTC അടക്കം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങിയിട്ടുണ്ട്. നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കോട്ടയം മംഗളഗിരിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നിട്ടുണ്ട്. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും ഇന്നലെ രാത്രി മഴ ശക്തമായിരുന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എവിടെയും കിഴക്കൻ മലയോര മേഖലകളിലടക്കം നിലവിൽ മഴ പെയ്യുന്നില്ല. തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം വീണിട്ടുണ്ട്. നീലിമംഗലത്തിന് സമീപം റാണിക്കല്ലിൽ ഇന്നലെ രാത്രി വൻ മരം കടപുഴകി വീണിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് എല്ലായിടത്തും. രാഖി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട്, യെല്ലോ അലേർട്ടാണ്. അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മഴക്കെടുതികളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ദിസ്ന?
സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാളിക്കാവ് ഒരു മലവെള്ള പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടലാണോ എന്നൊക്കെ ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് മലവെള്ള പാച്ചിലാണ് എന്നൊരു സ്ഥിരീകരണവും നിലവിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡും കണ്ണൂരും വയനാടും ചെറിയ രീതിയിലുള്ള മഴ ഇന്നലെ ലഭിച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ളത്. രാഗി. ശരി ദിസ്ന, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് ദിസ്നയും കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയുടെ അന്വേഷണത്തിന് ആധുനിക സംവിധാനമായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കുന്നു. കേന്ദ്ര ഏജൻസിയിൽ നിന്നാണ് ഭൂമിക്കടിയിലെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സജ്ജമാക്കുന്നത്. കൊലപാതക കേസുകളിൽ ഇത്തരം പരിശോധന അപൂർവങ്ങളിൽ അപൂർവമാണ്. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. 2.5 ഏക്കറിലധികം വരുന്ന സെബാസ്റ്റ്യൻ്റെ ചേർത്തല പള്ളിപ്പുറത്തെ പുരയിടത്തിലെയും അതിന് നടുവിലെ വീട്ടിലെയും ഏതു ഭാഗത്തും കാണാതായ സ്ത്രീകളിൽ പലരുടെയും ശരീരഭാഗങ്ങൾ ഉണ്ടാകാമെന്ന സംശയമാണ് കേസിലെ അന്വേഷണ സംഘത്തിനുള്ളത്. സെബാസ്റ്റ്യൻ്റെ വീടടക്കം പരിശോധിക്കാൻ RDOയുടെ അനുമതി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ആലപ്പുഴ യൂണിറ്റ് നേടിയിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്തി ശരീരാവശിഷ്ടങ്ങൾ പുരയിടത്തിലെയോ വീടിൻ്റെ അടിത്തറയിലോ ഉണ്ടോ എന്ന് കണ്ടെത്താനായി കേന്ദ്ര ഏജൻസിയിൽ നിന്നും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന യന്ത്രത്തിൻ്റെ ലഭ്യത ഉണ്ടാകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം റഡാർ ലഭ്യമാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹേമന്ത് ജനം TVയോട് പറഞ്ഞു. ഇതേസമയം സെബാസ്റ്റ്യൻ്റെ പറമ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടത്തിൻ്റെ DNA പരിശോധനയ്ക്കായി ജൈനമ്മയുടെയും ഐഷയുടെയും ബിന്ദു പത്മനാഭൻ്റെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലം ബുധനാഴ്ച ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ പ്രതീക്ഷ. ഇതേസമയം ജൈനമ്മയുടെ കൊലപാതക കേസിൽ ഇന്ന് സെബാസ്റ്റ്യനെ വീട്ടിലെത്തിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനായി കെഡാവർ ഡോഗിനെയും കൊണ്ടുവരും. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ട് എന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളി ശശി തരൂർ MP. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടില്ലെന്നും കനത്ത പ്രഹരമേറ്റതോടെ കീഴടപേക്ഷിച്ചാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത് എന്നും തരൂർ വ്യക്തമാക്കി. ആരോപണ ശരങ്ങൾക്ക് ചുട്ട മറുപടി ലഭിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഉണ്ട്. ജിഷ്ണു, ശശി തരൂർ MPയുടെ ഈ തുറന്നുപറച്ചിൽ വെട്ടിലാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയല്ല രാഹുലിനെയും കോൺഗ്രസിനെയും തന്നെയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനോടകം. എന്നിട്ട് നേരം വെളുക്കാത്ത കോൺഗ്രസിന് ഇനി എന്ത് മറുപടിയാണ് ലഭിക്കേണ്ടത്? രാഖി, ശശി തരൂരിന്റെ പുതിയ ലേഖനത്തിലെ തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിനെയും രാഹുലിനെയും പാടെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പാർലമെന്റിലെ സംവാദങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും ഒപ്പം പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ ബഹളം വെച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും അവരുടെ വാദങ്ങളും വലിയ മുദ്രാവാക്യങ്ങളും ഭാരതം വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ്. കൂടാതെ ഭോപ്പാലിൽ നടന്ന ഒരു പരിപാടിയിൽ, കോൺഗ്രസിന്റെ പൊതുപരിപാടിയിൽ കോൺഗ്രസിന്റെ നേതാവും ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുമായിട്ടുള്ള രാഹുൽ പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത് തന്നെ ട്രംപ് വിളിച്ചതോടെ ഭാരതം കീഴടങ്ങിയെന്ന നിരുത്തരവാദിത്തപരമായ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ അപമാനപ്പെടുത്തുന്ന പ്രസ്താവന പോലും രാഹുൽ നടത്തിയിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ വാദങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കുന്നതാണ് ശശി തരൂർ MPയുടെ ഈ ലേഖനത്തിലെ തുറന്നു പറച്ചിലുകൾ. അതായത് ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ മൂന്നാമതൊരു കക്ഷിയുടെയോ അമേരിക്കയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരം പാകിസ്ഥാന് മേലേൽപ്പിച്ചു. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ പാടെ തകർക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ കനത്ത പ്രഹരമേറ്റതോടുകൂടിയാണ് പാകിസ്ഥാൻ ഭാരതത്തിന് മുൻപിൽ കീഴടങ്ങിയത്. അതല്ലാതെ അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ട്രംപ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വല്യമ്മാവൻ കളിക്കുകയാണെന്ന് വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട്. അതുകൊണ്ട്
ആ രീതിയിൽ തന്നെയാണ് ഭാരതം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുകയും അതിന് മുന്നിൽ നിൽക്കുന്നു എന്നൊരു വല്യമാവൻ കളിക്കാൻ ട്രംപ് ശ്രമിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഭാരതത്തിനുണ്ടെന്നും ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നയതന്ത്ര തലത്തിൽ പോലും അത്തരം കൃത്യമായ ഇടപെടലുകളാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുൾപ്പെടെ നടത്തുന്നത് എന്നുള്ള കൃത്യമായ നിരീക്ഷണമാണ് ശശി തരൂർ MP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുക കോൺഗ്രസിനെ തന്നെയാണ്. പാർലമെന്റിലും പുറത്തും കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള വാദങ്ങളുടെ മുനയൊടിക്കുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന ശശി തരൂരിന്റെ പ്രസ്താവന. കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂരും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാരതത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ ലോകരാജ്യങ്ങളിലേക്ക് ഭാരതം അയച്ച സർവകക്ഷി സംഘത്തിൽ അംഗമായിരുന്നു ശശി തരൂർ. അദ്ദേഹം ലോകരാജ്യങ്ങളുടെ വേദിയിലിരുന്നു കൊണ്ട് ഭാരതത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും എന്താണ് പഹൽഗാമിൽ സംഭവിച്ചതെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്ക് എത്രത്തോളം മറുപടി ഭാരതം നൽകിയെന്നും ഉറക്കെ പറഞ്ഞിട്ടുള്ള നേതാവാണ് ശശി തരൂർ. പക്ഷേ കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ തരൂരിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും നിർത്താനോ സാധിക്കാത്ത അവസ്ഥയിലാണ്. സോണിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ ശശി തരൂരിന്റെ ഈ പ്രതികരണങ്ങളിലും ഈ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഒപ്പം കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടുമുള്ള തരൂരിന്റെ പ്രസ്താവനകളിൽ വലിയ അമർഷം സോണിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തരൂരിനെ പുറത്താക്കാനോ പൂർണ്ണമായും ഉൾക്കൊള്ളാനോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളുകയാണ് ശശി തരൂർ MP. ശശി തരൂരിന്റെ ഈ വാക്കുകൾ കോൺഗ്രസിനെയും രാഹുലിനെയും വെട്ടിലാക്കിയിരിക്കുകയുമാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. വൈസ് ചാൻസലർ AKG സെന്ററിന് ഭൂമി നൽകിയത് ഉൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നത് അടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശാലിനിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാലിനി, ആകെ 55 സെന്റുണ്ട്, അതിൽ 40 സെന്റും കയ്യേറ്റ ഭൂമിയാണ് എന്നുള്ളതാണ്. എന്തായാലും CPM-ന് തലവേദനയായി മാറുന്നുണ്ട് VC-യുടെ നിലപാട്. തന്നെയാണ് 55 സെന്റ് ഭൂമിയാണ്. അതിൽ 15 സെന്റ് ഭൂമി മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ 55 സെന്റ് ഭൂമിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയും വിവരാവകാശ രേഖകളടക്കം പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VC കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിൽ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ഭൂമി ഇത്തരത്തിൽ AKG സെന്ററിന് മുൻപ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദവും കൂടി ചൂടുപിടിക്കുന്നത്. 77-ലാണ് ഈ ഭൂമി നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിഷയത്തിൽ ഇപ്പോൾ RTI രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണറും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഗവർണർ റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ VC ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർവകലാശാലയുടെ ആലോചനയിലാണ്. ഒപ്പം തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ VC നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഭൂമി കൈമാറ്റം ചെയ്തടക്കമുള്ള രേഖകളും വിശദാംശങ്ങളും സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് VC പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്ക് ഇന്നലെ നൽകിയിട്ടുള്ള മിനി കാപ്പനോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. വിവരങ്ങൾ തേടിയതിനു ശേഷം വിവരങ്ങൾ ശേഖരിച്ച ശേഷം തന്നെ റിപ്പോർട്ട് ചെയ്യാനാണ് അറിയിച്ചിട്ടുള്ളത് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകും. ശേഷം തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് VC ഗവർണർ കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും മുൻപ് AKG സെന്ററായി പ്രവർത്തിച്ചപ്പോൾ AKG പഠന ഗവേഷണമായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെട്ടിടവും അതിനോട് ചേർന്ന ഭൂമിയുമാണ് ഇത്തരത്തിൽ അനധികൃതമായി ഇടത് സർക്കാരും ഒപ്പം തന്നെ CPM കൈവശം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരാവകാശ രേഖയടക്കം പുറത്തുവന്നത്. ഇക്കാര്യത്തിലാണ് VC കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. രാഖി. ശരി ശാലിനി. മിറ്റ്നയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 8 ദിവസങ്ങൾക്ക് ശേഷം കൂടല്ലൂർ യാറത്തിന്റെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മിറ്റ്നയിൽ നിന്നും
മീൻ പിടിക്കുന്നതിനിടെ യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. 5 ദിവസം തുടർച്ചയായി തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ചും യൂസഫിനായി തെരച്ചിൽ നടത്തിയിരുന്നു. യൂസഫിന്റെ ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത്. കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്നിച്ചത് കുറ്റമായി കാണുന്നത് ശരിയല്ല എന്ന് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി എസ് ശാലിനിയുണ്ട്. ശാലിനി, വിശദാംശങ്ങൾ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള അടച്ചാക്ഷേപിക്കൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുകയാണ്. ഒപ്പം തന്നെ BJPക്കെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയരുന്നുണ്ട്. ഇതിലാണ് ഇപ്പോൾ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ചിലരുടെ ശ്രമം അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതികരണം യോഗക്ഷേമ സഭയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത്. ഒപ്പം തന്നെ കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്ദിച്ചത് കുറ്റമായി കാണുന്നത് ശരിയല്ലെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇടത് വലതു മുന്നണികൾ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് യോഗക്ഷേമ സഭ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കന്യാസ്ത്രീയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി ഹിന്ദു ജനതയെ വേട്ടയാടാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേരളത്തിൽ നടന്നിട്ടുള്ള പാദപൂജയുമായി ബന്ധപ്പെട്ടത് പാദപൂജ എന്നതിനപ്പുറം ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനെ മോശമായി കാണുകയും അത്തരത്തിലുള്ള പ്രതികരണം ചില കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് സംസ്കാരത്തോടെ കുട്ടികൾ വളരണമെന്ന രക്ഷിതാക്കളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പാദം തൊട്ട് വന്ദിച്ചത്. അതുപോലും ചിലർ വിവാദമാക്കാൻ ശ്രമിച്ചുവെന്നും ഇത്തരക്കാർ വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കാനായി ഇരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഹിന്ദു സമൂഹത്തിനിടയിൽ നടന്നു വരുന്ന വ്യാജ പ്രചരണങ്ങളിൽ കൃത്യമായ നടപടിയും പ്രതികരണവും ഉണ്ടാകുമെന്നുള്ളതാണ് യോഗക്ഷേമ സഭ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിജസ്ഥിതി പുറത്തു വരിക തന്നെ ചെയ്യും. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ശരി ശാലിനി. ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നാണ് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാട്ടിയത്. നിയമപരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത്. കുട്ടികൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പാദം തൊട്ട് വന്നിച്ചത് കുറ്റമായി കാണുന്നത് ശരിയില്ല. എന്തിനാണ് അത്തരത്തിലൊരു നിലപാട് എന്നാണ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ജനം ടിവിയോട് ചോദിച്ചത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.